हरे कृष्णा सर्वं कृष्णार्पणमस्तु. प्रभुपाद की जय, ഗുരു മഹാരാജ് की जय, രാധാ പവനപുരേഷൻ की जय. ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ.
നല്ല പാട്ടല്ലേ, വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഡബ് ചെയ്ത കാരണം എൻ്റെ ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുകയാണ്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇന്ന് വളരെയധികം സ്പെഷ്യൽ ഡേ ആണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മുഹൂർത്തം എന്ന് പറയുന്നത് ആ സ്ത്രീ അമ്മയാവുമ്പോഴാണ് അല്ലേ. സ്ത്രീയുടെ പൂർണ്ണത കൈവരിക്കാൻ സാധിക്കുന്നത്, ആ ഒരു ജന്മം തന്നെ പൂർണ്ണമായി തീരുന്നത് അമ്മയാകുമ്പോഴാണ്. അതിന് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അമ്മയാകാൻ പ്രസവിക്കണമെന്നില്ല, അമ്മയാകാൻ നല്ലൊരു ഹൃദയമുണ്ടായാൽ മതി. നമ്മൾ പ്രസവിച്ച മക്കളെയും നമ്മൾ പ്രസവിക്കാത്ത മക്കളെയും ഒരേപോലെ നമ്മൾ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരേ മനസ്സോടുകൂടി നമ്മൾ കാണുകയും ചെയ്യുമ്പോഴാണ് ആ മാതൃത്വം പൂർണ്ണമാവുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസവിച്ച അമ്മമാർ ഒരുപാട് പേര് സ്വന്തം കുഞ്ഞുങ്ങളെ ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട്. അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അവരുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി ഒന്നും ശ്രദ്ധിക്കാതെ അവനവൻ്റെ സുഖങ്ങൾ ഓർത്തുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കണം ഗുരുവായൂർ മഞ്ജരീസ്. കാരണം നമ്മൾ പ്രസവിച്ച മക്കളായാലും നമ്മൾ പ്രസവിക്കാത്ത മക്കളായാലും ശരി, അവരുടെ വേദനകളും ആകുലതകളും അവരുടെ സന്തോഷങ്ങളും എല്ലാം നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഒപ്പമുള്ള വ്യക്തികളുടെ ഹൃദയം നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. അല്ലാത്ത ഒരാളുടെ ഹൃദയം ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. ജന്മം നൽകുന്ന അല്ലെങ്കിൽ മാതൃത്വമുള്ള ഒരു അമ്മയുടെ ഹൃദയത്തിൽ മാത്രമായിരിക്കും കാരുണ്യം ഉണ്ടാവുന്നത്. മാതൃത്വമില്ലാത്ത ഒരു സ്ത്രീ എത്രത്തോളം ആടയാഭരണങ്ങൾ അണിഞ്ഞാലും എത്രത്തോളം ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്താലും കാരുണ്യമില്ലാത്ത അല്ലെങ്കിൽ മാതൃത്വമില്ലാത്ത ഒരു ഹൃദയം എന്ന് പറയുന്നത് വേസ്റ്റാണ്. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഗുരുവായൂരപ്പൻ കിച്ചൂട്ടൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും അനുഗ്രഹം കൊണ്ട് ഇന്ന് ഇതേ ഒരു ഈ 2006 എനിക്കും ആ മാതൃത്വം പൂർണ്ണമാക്കാനുള്ള അനുഗ്രഹം നൽകി. അതിലൂടെയാണ് എനിക്ക് സഞ്ജുവിനെ കിട്ടിയത്. എല്ലാവരുടെയും തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. കാരണം എനിക്ക് ജീവിതത്തിൽ ഒരാഗ്രഹമേ ഉള്ളൂ സഞ്ജുവിൽ നിന്ന്. അവൻ പഠിച്ച് ഒരു നല്ല ജോലിയിലെത്തി, അവൻ അവൻ്റെ ജീവിതം നോക്കി, അവൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു വ്യക്തിയായി മാറി, അവൻ്റെ കുടുംബം നന്നായിരിക്കണം, അവൻ നല്ലൊരു വ്യക്തിയെ കല്യാണം കഴിച്ച് നല്ല ഒരു സ്വഭാവത്തിനുടമയായി ജീവിക്കണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. എനിക്ക് ആകെയുള്ള ഒരാഗ്രഹം അവൻ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കണം. കാരണം കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി കംപ്ലീറ്റ് ആണ്. കൃഷ്ണാവബോധത്തിൽ നിന്ന് സ്കിപ്പാവുന്ന ഒരു വ്യക്തി ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം അവൻ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കണം എന്നുള്ളത് മാത്രമാണ്. ആ ഒരു കൃഷ്ണാവബോധം അവനിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നമ്മളിലായാലും നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരിപൂർണമായി. അതർവൈസ് നമ്മുടെ ജീവിതം ഒരു ഇൻകംപ്ലീഷനായിപ്പോവും. അത് വേണ്ട. നമ്മൾ അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. എന്തായാലും ഗുരുവായൂരപ്പൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും ഗുരുപരമ്പരയുടെയും കൃപാകടാക്ഷം കൊണ്ട് മഞ്ജരീസിലൂടെ ഒത്തിരി പേര് സഞ്ജുവിന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചു. പിന്നെ എൻ്റെ സീരിയൽ കുടുംബം, ഫിലിം ഇൻഡസ്ട്രി, സ്റ്റുഡിയോസ്, അതർവൈസ് എൻ്റെ ഫ്രണ്ട്സ്, ഷോപ്പിലെ കസ്റ്റമേഴ്സ്, അങ്ങനെ ഒരുപാട് പേര്, ഒത്തിരി പേര് സഞ്ജുവിൻ്റെ ബർത്ത്ഡേ വിഷസ് അറിയിച്ചു. ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും തൃപ്പാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. ഒപ്പം ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലെ കൃഷ്ണനുണ്ണി അച്ഛൻ്റെ പേരക്കുട്ടി ഗംഗമോളുടെയും കൂടെ, ഉറപ്പായിട്ടും ഗംഗമോളുടെയും കൂടെ പിറന്നാളാണ്. ഗംഗമോൾക്കും എൻ്റെയും ഗുരുവായൂർ മഞ്ജരീസിൻ്റെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. നമ്മളുടെ ഓരോ പിറന്നാളുകളും നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഓരോ ബർത്ത്ഡേയ്സും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പം അത്രത്തോളം ജീവിതാനുഭവങ്ങൾ, കൃഷ്ണാനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയാണ് എന്നുള്ള ഒരു നല്ല ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും കൃപാകടാക്ഷങ്ങളും അഷ്ടൈശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. എങ്ങനെയെങ്കിലും എത്ര ടൈറ്റ് ഷെഡ്യൂളിൽ ഞാൻ ജോലി ചെയ്യുകയാണെങ്കിലും, താങ്ക് യു പ്രീത മാതാജി, ടൈറ്റ് ഷെഡ്യൂളിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും എങ്ങനെയെങ്കിലും ഒരു 1 hour നമ്മളുടെ റെഗുലർ ടൈം അല്ലെങ്കിൽ കൂടിയും ക്ലാസ് എടുക്കണം എന്നുള്ളത് എൻ്റെ ഉള്ളിൽ തോന്നുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ടൈം മാറിയാലും ക്ലാസ് എടുക്കുന്നത്. അതിലൊക്കെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ പരാതി പറഞ്ഞു,
ഇപ്പോൾ തോന്നിയ സമയത്താണ് ക്ലാസ് എന്നൊക്കെ അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം നമ്മുടെ ഉപജീവന മാർഗം നമ്മുടെ ജോലിയാണ്. ആ കർമ്മം ചെയ്താൽ മാത്രമേ എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര്, ഒത്തിരി പേര്, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്താ പറയുക, ജീവിതം സേഫാണെങ്കിലും ഒരു മകളെന്ന നിലയ്ക്ക് എനിക്ക് അവരോട് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ ഉണ്ട്. മരുന്ന് കാര്യങ്ങൾ, അപ്പം അങ്ങനെയുള്ള കടമകളെല്ലാം എനിക്ക് നിറവേറ്റണമെങ്കിൽ എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ജോലിയുടെ സമയത്ത് ക്ലാസ് എടുക്കാൻ ഞാൻ വരാത്തത്. കാരണം എൻ്റെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവരെ പോലെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുന്ന ഒരു ജോലിയല്ല. ചിലപ്പോൾ രാത്രി 11-12 മണിക്കായിരിക്കും പെട്ടെന്ന് എമർജൻസി ആയിട്ടൊരു വർക്ക് കൊടുക്കാനുണ്ട്, പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ചില സമയത്ത് ഏർലി മോർണിംഗ് 4 മണിക്ക് 3 മണിക്ക് ഫോൺ അടിച്ചിട്ട് 6 മണിക്ക് സ്റ്റുഡിയോ ഒഴിവുണ്ട് വരണോ അമ്പിളി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ എല്ലാവരും ഒക്കെയാണ്, അതിൽ കുറച്ച് പേരെടുത്ത് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചില പേര് അങ്ങനെ പറയുമ്പോൾ നമുക്കതൊരു വല്ലാത്ത ഫീലിംഗ് ആണ്. കാരണം അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവരത് പറയുന്നത്. കാരണം നമ്മുടെ ജോലിയുടെ സ്വഭാവം മനസ്സിലാവാത്തത് കൊണ്ടാണ്. ഒരു കറക്റ്റ് സമയത്തിനുള്ള ഒരു ഉറക്കമോ കാര്യങ്ങളോ ഒന്നും ഉള്ള ഒരു ജോലിയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ചില സമയങ്ങളിൽ എനിക്ക് എടുക്കാൻ പറ്റാത്തത്. അതുപോലെ മഞ്ജരീസിൻ്റെ എന്താ പറയുക, ക്ലാസ് മെസ്സേജസ് നോക്കി തീർക്കുക. ഇന്നലെ വരേക്കുള്ള എല്ലാ മെസ്സേജും നോക്കി തീർത്തു. ഇനി ഇന്ന് മുതലുള്ളതാണ്. ഇന്ന് മുതലുള്ള മെസ്സേജസ് എനിക്ക് ഇന്നും നാളെയും നോക്കാൻ കഴിയില്ല. മറ്റന്നാൾ മുതൽ ഞാൻ നോക്കാം. ലിലി മാതാജി സമാധാനമായിട്ടിരിക്കൂ, ഒന്നും ടെൻഷൻ വേണ്ട. ദേ ഇവിടെ ആൾ ഇരിപ്പുണ്ട്, അവരെത്തിക്കോട്ടെ, പറ്റില്ല എന്നുള്ളത് ക്ലിയറായിട്ട് പറഞ്ഞോളൂ. നമുക്കത് വേണ്ട, നമുക്കത് താല്പര്യമില്ല, നമുക്കത് ആവശ്യമില്ല. നമ്മളെ ആർക്കും കമ്പൽ ചെയ്തൊന്നും ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. ബാക്കി നമുക്ക് വരുന്നത് പോലെ നോക്കാം. ഒട്ടും ടെൻഷൻ വേണ്ട, ഫീൽ ഫ്രീ. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുമ്പേ മാതാജിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കിച്ചൂട്ടനോട് അത്രയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചത്. അപ്പം അതുകൊണ്ട് ലിലി മാതാജി സക്സസ് ആണ്. കിച്ചൂട്ടൻ കൂടെയുണ്ട്, ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കാപ്പി കുടിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ശബ്ദം കരകരേന്നടഞ്ഞ് എനിക്ക് തന്നെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷനാവും. അതുകൊണ്ടാണ്. ത്രോട്ട് ശരിയാവാനാണ് കാപ്പി കുടിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ കുടിക്കുന്നത് ഇസ്കോൺ കോഫിയാണ് കേട്ടോ. അവിടെ കഫീൻ കാപ്പിയല്ല, ഇസ്കോൺ കാപ്പിയാണ്. ഓക്കെ, ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടാൽ സൂപ്പറാവും. ലിലി മാതാജി ധൈര്യമായിട്ടിരിക്കും. മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ? ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941, 93 42 49 49 41. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കൂ, മെസ്സേജ് അയക്കൂ. കുറേയൊക്കെ മെസ്സേജിനും കോൾസിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തു. കുറച്ചും കൂടെയുള്ളൂ. അതെ, കിച്ചൂടൻ കൂടെയുണ്ട് ലിലി മാതാജി. വിഷമിക്കേണ്ട, ധൈര്യമായിട്ടിരിക്കുന്നേ, ഒന്നും സംഭവിക്കില്ലേ. നമ്മളെല്ലാവരും പെറുത്തില്ലേ, പിന്നെ എന്തിനാ പേടിക്കണേ? ഒന്നും ഉണ്ടാവില്ല, ധൈര്യമായിട്ടിരിക്കും. കൈവിടില്ല കിച്ചൂട്ടൻ. അവർ വരട്ടെന്നേ, വിറച്ച് ടെൻഷൻ അടിച്ച് റിപ്ലൈ കൊടുക്കണ്ട, ബോൾഡായിട്ട് റിപ്ലൈ കൊടുക്കും. പറ്റാത്ത കാര്യം പറ്റില്ലെന്ന് തന്നെ പറയും. നല്ല മനസ്സിലെ സന്തോഷത്തോടെ, എത്ര ദുഃഖങ്ങളുണ്ടെങ്കിലും അത് മനസ്സിലെല്ലാം വെച്ച് എന്താ പറയുക, ചിരിച്ചുകൊണ്ട് നന്ദി പറയും, താങ്ക്സ് പറയും. ജീവിതാനുഭവങ്ങൾ തന്നതിന് പറ്റില്ല എന്ന് തന്നെ മുഖത്ത് നോക്കി പറയും. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. പേരെടുത്ത ആരുടെയും വിഷസിന് പേരെടുത്ത് നന്ദി പറയുന്നില്ല. എല്ലാവരുടെ മെസ്സേജും കാണുന്നു കേട്ടോ. എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയോ? അതെ, ലില്ലി മാതാജി ധൈര്യമായിട്ടിരിക്കുക. പ്രീതി മാതാജി, ഞാൻ കാപ്പിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അളിയനെ ഓർമ്മ വന്നത്. അതുവരെ അളിയൻ മറന്നുപോയി. വേഗം മെസ്സേജ് അയച്ചു. ഇനി എൻ്റെ കയ്യിൽ 14 എണ്ണേ ഉള്ളൂ. ഇനി ഓർഡർ കൊടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വേണം. 5-ന് ഒരുപാട് കുട്ടികൾ 5-ന് എക്സാം എഴുതുന്നു. എൻ്റെ കയ്യിൽ കുറേ കുട്ടികളുടെ പേരും ലിസ്റ്റും കിട്ടിയിട്ടുണ്ട്. അന്ന് ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഹാരം. 5-ാം തീയതി എൻ്റെ കുട്ടികളെല്ലാവരും നീറ്റ് എക്സാം എഴുതാൻ പോവാണ്. കിച്ചൂട്ടൻ്റെ മുമ്പിൽ സമർപ്പണം ചെയ്ത് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നീറ്റിൽ കിട്ടണേ. ഒരാളെ പോലും കിട്ടാതിരിക്കല്ലേ എൻ്റെ കിച്ചൂട്ടാ. സഞ്ജു എക്സാം എഴുതുന്നതിനേക്കാളും ടെൻഷനാണ് എനിക്ക്. താങ്ക് യു സോ മച്ച് ലിലി മാതാജി. ബി ബോൾഡ്. നമുക്ക് വേണ്ട, നമ്മുടെ കിച്ചൂട്ടൻ നമ്മളിൽ നിന്ന് അകറ്റിയത് നമുക്ക് വേണ്ട.
സൂപ്പർ. ധൈര്യമായിട്ടിരിക്കൂ കേട്ടോ, വിഷമിക്കണ്ട. എന്തെങ്കിലും വിളിക്കൂ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മാക്സിമം ക്ലാസ് എല്ലാവരും ലൈവ് ഷെയർ ചെയ്യണം കേട്ടോ. നമ്മൾ ഭഗവത്ഗീത യഥാരൂപത്തിൽ അധ്യായം 4 ഇനി 27ാമത്തെ ശ്ലോകത്തിലേക്കാണ് പോകുന്നത്. നോക്കട്ടെ, സാധിച്ചാൽ നമുക്ക് ഇന്ന് സാധിക്കൂല. 42 ഉണ്ട്. ഒരു 14 എണ്ണം കൂടി ഉണ്ട്. 14 എണ്ണത്തിൽ 3 എണ്ണോ 6 എണ്ണോ 5 3 6 ഓർഡർ ആയിട്ടുണ്ട്. ബാക്കി ഇരിപ്പുണ്ട്. അപ്പം വേഗം ഇതാക്കും. ബ്യൂട്ടിഫുൾ സഞ്ജു കേട്ടിട്ടുണ്ടെ പിന്നെ ഒരു രക്ഷയില്ല. അവൻ എന്നോട് പറയും, മമ്മിയുടെ അടുത്ത് ചെന്നൈയിൽ വന്നാൽ അത് ദുർഗുണ പാഠശാലയാണെന്ന്. അവനിവിടെ വന്ന് കയറുമ്പോഴേ എൻ്റെ നോട്ടം അവൻ്റെ കാലിലെ നഖം, കയ്യിലെ നഖം, മുടി ഇതൊക്കെയാണ്. പിന്നെ പിടിച്ച് വലിച്ച് ഞാൻ അവനെയും കൂട്ടി ബാർബർ ഷോപ്പിൽ പോയിട്ട് അവൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിച്ച് കാലിലെയും കയ്യിലെയും നഖമൊക്കെ ഒന്ന് ഞാൻ തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് ഭയങ്കര അടിയായിരിക്കും ഞങ്ങൾ തമ്മിൽ. വേദനിക്കുന്നു മമ്മി എന്ന് പറയാം. എന്നാലും പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വെട്ടിക്കൊടുത്ത് ഇവിടെ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ചോറ് കൈകൊണ്ട് വാരി കഴിക്കില്ല. എന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് 3 നേരം ഉരുട്ടി വായിൽ വെച്ച് കൊടുക്കണം. കോഴിക്കോട് പോയാലും അതേ അവസ്ഥ തന്നെയാണ്. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ആള് ഫ്രണ്ട്സും അവൻ്റെ പപ്പയും അച്ഛനും എൻ്റെ അമ്മയും ഒക്കെ ആയിട്ട് ദിവ്യ കണ്ടതാണല്ലോ അല്ലേ. അച്ഛനും അമ്മയും എല്ലാവരുമായിട്ട് പുറത്ത് ഫുഡൊക്കെ കഴിക്കാൻ പോയിരിക്കുകയാണ് അളിയൻ. വരും വൈകുന്നേരം ആടിപ്പാടി എവിടുന്നേലൊക്കെ ബീച്ചിലൊക്കെ പോയി കറങ്ങി പിടിച്ച് ഇന്ന് ഞാൻ പ്രായപൂർത്തിയായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു രക്ഷയില്ല പൊന്നോ. അപ്പൊ നമുക്ക് 27ാമത്തെ അധ്യായത്തിലേക്ക് ശ്ലോകത്തിലേക്ക് പോകാം. സർവാണിന്ദ്രിയ കർമാണി പ്രാണകർമാണി ചാപരെ ആത്മസംയോഗാഗ്നൗ ജുഹുതി ജ്ഞാനദീപിതേ. അപ്പൊ മെസ്സേജ് ഫോണ് ശരിയായി. ഞാൻ ഒരു സെക്കൻഡ്സ് ഫോൺ റെഡിയാക്കി. രക്ഷയില്ല മറ്റേ ഫോണുകൊണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. ആത്മസാക്ഷാത്കാരം നേടുന്നതിൽ തൽപരരായിരിക്കുന്ന മറ്റു ചിലർ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും നിയന്ത്രണത്തിലൂടെ എല്ലാ ഇന്ദ്രിയ പ്രവർത്തനങ്ങളുടെയും പ്രാണപ്രവർത്തനങ്ങളുടെയും നിയന്ത്രിതമായ മനസ്സാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു എന്നാണ് പറയുന്നത്. പെട്ടെന്നൊന്നും മനസ്സിലായില്ല അല്ലേ? നമ്മൾക്ക് ആത്മസാക്ഷാത്കാരം നേടാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ? വെറുതെ വന്ന് തിന്നും കുടിച്ചും ജീവിച്ചു പോകാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. ആത്മസാക്ഷാത്കാരം നേടാൻ കുറേ ജന്മങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ജന്മം കിട്ടും, മനുഷ്യജന്മം. ആ മനുഷ്യജന്മം നമ്മൾ അങ്ങനെ ജീവിച്ചങ്ങനെ തീർക്കും. കുറേ ടെൻഷൻസ്, കുറേ പ്രശ്നങ്ങൾ, കുറേ എന്താ പറയുക വേദനകൾ, തീരാത്ത കടങ്ങൾ, ഓരോന്ന് ഇങ്ങനെ വരും ചെയിൻ സർവീസായിട്ട് നമ്മുടെ പിന്നാലെ. ഇതിലെല്ലാം കിടന്ന് നമ്മളിങ്ങനെ കരഞ്ഞും കണ്ണീരൊഴിച്ചും നമ്മളെ വേദനിച്ച് നമ്മളിങ്ങനെ തീരാണ്. ഉരുകി ഒരു മെഴുകുതിരി പോലെ തീരാണ് അല്ലേ? അപ്പോൾ എന്താ ഉണ്ടാവാന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ ഒരു ജീവിതത്തിൽ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ഒരു നമ്മൾക്ക് മീൻസ് ആത്മാവിന്. നമ്മുടെ ശരീരത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വീട് വെക്കുക, കുട്ടികളെ പഠിപ്പിക്കുക, കെട്ടിച്ചു വിടുക, നമ്മൾ കെട്ടുക, നമ്മളിങ്ങനെ ദിവസങ്ങൾ ജീവിച്ച് തീരുക, അതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന്റെ ലക്ഷ്യം. പക്ഷെ നമ്മുടെ ആത്മാവിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരമാണ്. ഈ ജന്മത്തിലെങ്കിലും ആത്മാവ് ശരീരം, മനുഷ്യ ശരീരം സ്വീകരിക്കുമ്പം ആത്മാവിന്റെ ചിന്ത എന്താണെന്നറിയാമോ? കുറേ ജന്മങ്ങളായി പാറ്റയും പുഴും പാമ്പും ചേരയും കടന്നലും പല്ലിയും അത് ഇത് എലി തവള ഒക്കെ പറഞ്ഞ് ഇഷ്ടം പോലെ ജന്മമായി. ഇപ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടിയത്. ആത്മാവ് ചിന്തിക്കുകയാണ്, അപ്പൊ ഈ മനുഷ്യജന്മത്തിലെങ്കിലും ഞാനൊന്ന് ഭഗവാനെ അറിയട്ടെ, ഈ ശരീരം കൊണ്ട് ഭഗവാനെ അറിയട്ടെ, എന്നിട്ടോ വേഗം ഭഗവാന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചു പോട്ടെ. ഇതാണ് ആത്മാവ് ചിന്തിക്കുന്നത്. പക്ഷെ ആത്മാവ് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ശരീരം എന്താ ചിന്തിക്കുക? അയ്യോ എനിക്ക് എങ്ങനെയെങ്കിലും വീട് വെക്കണം, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കല്യാണം കഴിക്കണം, എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാവണം, എങ്ങനെയെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടണം, എന്നിട്ട് അങ്ങനെ ജീവിക്കും. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായിരിക്കുന്ന എഡ്ജിലേക്കാണ് പോകുന്നത്. ആത്മാവും അതെ, ശരീരവും അതെ. അപ്പൊ ഈ 2 എഡ്ജിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് കണക്ട് ചെയ്യണം. മനസ്സിനെയും അതായത് ആത്മാവിനെയും ശരീരത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരമായി. അപ്പോൾ ആത്മാവും ശരീരവും ഭഗവാനിലേക്ക് കണക്ട് ആയി കഴിഞ്ഞാൽ എന്താ ചിന്തിക്കുക? എനിക്ക് എന്തുണ്ടെങ്കിലും പ്രശ്നമല്ല, എനിക്ക് ഒന്നുമില്ലെങ്കിലും പ്രശ്നമല്ല, ആര് വേണമെങ്കിലും എന്നെക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ, ഞാൻ അതൊരു മാറ്ററേ ആയിട്ട് കണക്കാക്കുന്നില്ല. എൻ്റെ ഒരു പോളിസി അതാണ്. പറയുന്നവർ പറയട്ടെന്നേ, ഇപ്പം അവരെ വായ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല.
പിന്നെ എന്തിനാ പോയി അവരെ തോണ്ടാൻ നിൽക്കണേ? എന്തെങ്കിലും കാണിക്കട്ടെ, അത്രയേ നമ്മൾ പറയും. ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നടക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ശരീരത്തെയും ഭഗവാനിലേക്ക് കണക്ട് ചെയ്തിട്ട്, ഈശ്വര, അവിടുത്തെ തീരുമാനം എന്താണോ എൻ്റെ ഈ ജന്മം കൊണ്ട്, കാലം പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള ഭഗവാൻ, അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഭഗവാൻ, ഈ പുല്ലിനേക്കാൾ താഴെയുള്ള നമ്മുടെ ജീവിതത്തിലെ തീരുമാനങ്ങളെയാണോ ഭഗവാൻ നോക്കാതിരിക്കുന്നത്? നോക്കണുണ്ട്. അപ്പൊ ഭഗവാൻ എന്താണോ നമ്മുടെ ജീവിതം കൊണ്ട് തീരുമാനിക്കുന്നത് അത് അതുപോലെ നടക്കട്ടെ. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒരു തീരുമാനത്തിനും പോകണ്ട. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. തെരുവിലൊന്നും നമുക്ക് കിടക്കാൻ പറ്റൂല. പക്ഷെ അതിന് ഭഗവാൻ തരേണ്ട സമയത്ത് ഒരു വീട് തരും. ഇപ്പൊ എൻ്റെ കൂട്ടുകാരെല്ലാവരും വീട് വെച്ചു, ഫ്ലാറ്റ് മേടിച്ചു. എല്ലാവരും എന്നോട് ചോദിക്കും, അമ്മ നിനക്കൊരു ലോൺ എടുത്ത് വെച്ചൂടെ? ഞാൻ പറഞ്ഞു, എന്നിട്ട് എന്താക്കാൻ? ഞാൻ എന്തോ ചെയ്യാൻ? ജീവിതകാലം മുഴുവൻ ഞാൻ ഈ ലോണിന്റെ പിന്നാലെ ഓടണം? എനിക്ക് വയ്യ. ഞാൻ എത്ര കാലം ജീവിക്കുന്ന ആർക്കറിയാം? ഉള്ള കാലം ഇങ്ങനെ പോട്ടെ. അപ്പൊ മോനോ? ഞാൻ പറഞ്ഞു, അതിനുള്ള വിദ്യാഭ്യാസം ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. അവൻ പഠിച്ച് അവൻ ജോലി നേടി അവൻ വീട് വെക്കാൻ അവന് ഭഗവാൻ വീട് കൊടുക്കുന്നുണ്ടേ, അവൻ വെച്ചോട്ടെന്നേ. എനിക്കതിന് യാതൊരു ഇതുമില്ല. എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഭക്തിയുമാണ്. അത് രണ്ടും ഞാൻ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് മണിമാളിക പണിയണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല, ഒരു ആഗ്രഹമില്ല. ലക്ഷങ്ങളും കോടികളുടെയും ബാധ്യത ഉണ്ടാക്കി വെക്കാനുള്ള വീട്ടിലൊന്നും എനിക്ക് കിടന്നുറങ്ങണ്ട. ഹൗസ് ഓണർ വന്നാൽ ചിലപ്പോൾ ഒരു 5 ദിവസം നീട്ടി പറയാം. ബാങ്കുകാർ ലോൺ എടുത്തിട്ട് ഹൗസിംഗ് ലോണിന് വന്നു കഴിഞ്ഞാൽ 5 ദിവസം പോയിട്ട് 5 മണിക്കൂർ നീട്ടി പറയാൻ പറ്റൂല, ചെക്ക് ബൗൺസ് ആവും. വെറുതെ ആ ടെൻഷൻ താങ്ങേണ്ട കാര്യം എന്താണ്? സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചു പോയാൽ മതി. കാരണം ആദ്യമൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഒരു വലിയ വീട് വെക്കണം, അങ്ങനെയായിരിക്കണം ഇങ്ങനെയായിരിക്കണം, പല പല ചിന്തകളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ക്ലാസ് എടുക്കാൻ നല്ല ലൈറ്റും വെളിച്ചമുള്ളൊരു സ്ഥലമുള്ളൊരു വീട്, അത് ഇതിൽ സ്വസ്ഥമാണ്. ഒരുപാട് പോരായ്മകളുണ്ട് ഈ വീട്ടിൽ, ഞാൻ അതിൽ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് ജീവിച്ചു പോയാൽ നമുക്ക് ടെൻഷൻസ് ഉണ്ടാവില്ല ലൈഫിൽ. ടെൻഷൻലെസ് ആയിട്ട് നമ്മൾ ജീവിക്കണം, മനസ്സിലായില്ലേ? ഇറുകി പിടിച്ച് വല്ലാണ്ട് ഇങ്ങനെ മുറുകി 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 ടെൻഷൻ അടിച്ച് ജീവിക്കുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. അങ്ങനെ ഒരു ജീവിതം നമുക്ക് ആർക്കും വേണ്ട. ഉള്ള സമയം മനസമാധാനത്തോടെ ഒരു നേരമെങ്കിൽ ഒരു നേരം കഴിച്ച് ചിരിച്ച് ഉള്ളെടുത്ത് കിടന്നുറങ്ങി അങ്ങനെ ജീവിച്ചു പോയാൽ മതി നമുക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതത്തെക്കുറിച്ചൊന്നും നമ്മളിങ്ങനെ ആലോചിച്ച് വെറുതെ എന്തിനാണ്? അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതെ, പ്രഭു പറയുന്നു ഞാൻ ലോൺ എടുത്ത അനുഭവസ്ഥനാണ്. സത്യമായിട്ട് എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? ഒരു കാര്യമില്ലെന്നേ. ഉള്ളത് ഓണം പോലെ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട. അങ്ങനെ നമ്മൾ ഒരു ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ആത്മസാക്ഷാത്കാരം കിട്ടും, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ജീവിതത്തിൽ. അതായത് നമ്മൾക്കൊരു എന്താ പറയുക, ഒരു കോൺഫിഡൻസിൻ്റെ മലയാളം എന്തായിരുന്നു? ആത്മവിശ്വാസം. നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും, അല്ലേ? ആ ആത്മവിശ്വാസം തന്നെയാണ് ഈ പറയുന്ന ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഈ ആത്മസാക്ഷാത്കാരം ഒരു ചെപ്പിലടച്ചൊരു സാധനം എന്നല്ല. നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന എളിമയുള്ള ജീവിതത്തിൽ നിലനിൽക്കാനുള്ള ഒരു മനസ്സ്. അതിനിവിടെ ഭഗവാൻ പറയുന്നത് എന്താണെന്നറിയാമോ? മനസ്സിനെയും ഇന്ദ്രിയങ്ങളുടെയും നിയന്ത്രണത്തിലൂടെ. നമ്മുടെ മനസ്സിനെയും നമ്മൾ നിയന്ത്രിക്കണം, ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കണം. എന്നും പരിപ്പ് കറി കൂട്ടി എനിക്ക് മടുത്തു, ഇനി എനിക്ക് ഡിഫറെൻ്റ് ആയ ഒരു കറി വേണം എന്നൊന്നും ആഗ്രഹിക്കേണ്ട. നാവിന് രുചിയുള്ളത് ശരീരത്തിന് കൊള്ളില്ല, ശരീരത്തിന് കൊള്ളുന്നത് നാവിന് രുചി ഉണ്ടാവില്ല. ഓർത്തു വെച്ചോളൂ. എന്തെങ്കിലുമൊക്കെ മതി, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വേണ്ട. ഇന്ന് എന്നോട് ഒരമ്മ വിളിച്ചപ്പോൾ ചോദിച്ചു, മോളെ കറി എന്താ വിശേഷം? നമ്മൾ വിശേഷമൊന്നുമില്ല. കറി എന്താ? ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ അപ്പുറത്തെ വീട്ടിലെ മാവാ, അവരെ വീട്ടിൻ്റെ മാവിൻ്റെ അവിടെ നിന്ന് ഒരു മാങ്ങ ഇങ്ങനെ തൂങ്ങിക്കിടന്നപ്പോൾ ഞാനത് പറിച്ചുകൊണ്ട് വന്നമ്മേ. തിരിച്ചിറങ്ങിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പറമ്പിൽ ഒരു തേങ്ങയും വീണ്. ആ ചേട്ടൻ എനിക്ക് ആ തേങ്ങയും തന്നു. ഈ തേങ്ങയും മാങ്ങയും കൂടി അരച്ച് ഞാനൊരു കറിയാക്കി. അത് കഴിഞ്ഞു, അവിടെ ആ ഒരു സംഭവം തീർന്നു. അതിനുവേണ്ടി നമ്മൾ കിടന്ന് ആലോചിച്ചു, അയ്യോ എന്തുണ്ടാക്കും ഏതുണ്ടാക്കും, കുറേ സമയവും കളഞ്ഞ് എനിക്ക് മതിയായി, ഇഷ്ടമല്ല, എന്തേലും കഴിക്കാൻ തോന്നണ്, ഇങ്ങനൊക്കെ ചിന്തിക്കുന്നതിന്റെ കാരണം നമ്മളെ വിശപ്പ് മാറിയോ? അത് മതി. രുചിയെല്ലാം നമ്മൾ ഒഴിവാക്കാനാണ് ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഒഴിവാക്കുന്നത്, അല്ലേ? ഈ ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം എണ്ണയിൽ ചെറിയുള്ളിയൊക്കെ മൂപ്പിച്ച് കറിയിൽ ഒഴിച്ചാൽ ഭയങ്കര സ്മെല്ലാണ്. ഇവിടുന്ന് നോക്കിയാൽ അവിടം വരെ മണക്കും. ഇപ്പം സാത്വികമായിരിക്കുന്ന ഫുഡായപ്പോഴോ ഉള്ളിയും താളിക്കേണ്ട, ഒന്നും താളിക്കേണ്ട, രുചി അറിയുന്നില്ല, ഗുണം അറിയുന്നില്ല, പക്ഷെ വിശപ്പ് മാറുന്നുണ്ട്. അത് മതി നമുക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അതേപോലെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്വസ്ഥമായിട്ട് ചിലപ്പോൾ വലിയ രാജകൊട്ടാരത്തിൽ കിടന്നിട്ട് എന്താ പറയാ ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്.
എന്നാൽ ഏതെങ്കിലും ഒരു KSRTC ബസ്സിൽ കിടന്നിട്ട് അങ്ങ് ഉറങ്ങിയാലോ, ഹോ എന്തൊരാശ്വാസം. പുതയ്ക്കാനാണെങ്കിൽ ഷീറ്റും ഇല്ല. എത്രയോ രാത്രികൾ ഞാൻ അങ്ങനെ KSRTCയിൽ ആ 3 പേര് ഇരിക്കുന്ന സീറ്റില്ലേ, സുഖമായിട്ട് ആ സീറ്റിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ചില സമയത്ത് തിരുവനന്തപുരത്തേക്ക് അവിടേക്കും ഇടയ്ക്കൊക്കെ യാത്ര ഉണ്ടെങ്കിൽ ടയർഡായി കഴിഞ്ഞാൽ നേരെ ഒരു സീറ്റ് അങ്ങോട്ട് ഒഴിവായി കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങും. യാത്രക്കാർ കയറിയാൽ എണീറ്റ് കൊടുക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീറ്റിൻ്റെ മൂലക്കൽ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബ്ലാങ്കറ്റ് ഉണ്ടാവും, അതും പുതച്ച് കാലും കയറ്റി വെച്ച് ഒരു മൂലക്കൽ ഇങ്ങനെ ഇരുന്നുറങ്ങും. ആ ഉറക്കമൊക്കെ നമുക്ക് ഒരുപാട് സമാധാനം തരുന്ന ഉറക്കമാണ്. ചില സമയത്ത് കാറിൽ സുഖമായി ഇരുന്ന് കിടന്നാൽ ഉറങ്ങാൻ പറ്റാത്ത പോലെയും വീട്ടിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റാത്ത പോലെയുള്ള സ്വസ്ഥതയൊക്കെ നമുക്ക് അവിടെ കിട്ടും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതേക്കുറിച്ചൊന്നും കൂടുതൽ പറയിച്ചേണ്ട. നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക എല്ലാ അർത്ഥത്തിലും. എനിക്ക് ഇങ്ങനെ നിന്നാലേ ഇത് പറ്റൂ, എനിക്ക് അങ്ങനെ നിന്നാലേ ഇത് പറ്റൂ, അങ്ങനെയുള്ള വാശികളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. ചില വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചില അമ്മമാര്, ചില അച്ഛന്മാര്, ചില നോർമൽ പേഴ്സൺസ്, നമ്മളെ പോലെയുള്ള വ്യക്തികളൊക്കെ എനിക്ക് ഇന്നത് 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 ഇങ്ങനെ ആയിരിക്കണം, എനിക്ക് ഇതുപോലെ ആയിരിക്കണം. അയ്യോ എന്തിനാ അപ്പാ സ്വാമി, ഞാൻ അങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ഒളിച്ചോളും. എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാർ. കഴിക്കേണ്ട ആ സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു മിണ്ടാണ്ടിരിക്കുക. അല്ലാണ്ട് അത്ര വേണമെന്നുള്ള വാശികളൊന്നും നമ്മുടെ. അപ്പൊ ഒന്ന് ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. നമ്മൾ ഒറ്റയടിക്ക് നടക്കൂല. അങ്ങനെ പയ്യെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നമ്മുടെ പ്രാണപ്രവർത്തനങ്ങൾ, അതായത് നമ്മുടെ ജീവന്റെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന മനസ്സ്, ആ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, അഗ്നിയിൽ അങ്ങോട്ട് ഹോമിക്കുക. വാശി, ദേഷ്യം, വെറുപ്പ്, എന്താ പറയാ, ഇന്നത് കിട്ടണം, ഇങ്ങനെ ആയിരിക്കണം എന്ന ചിന്താഗതികൾ, ഇതിനെയൊക്കെ ഒന്ന് കൊണ്ടുപോയി നല്ലൊരു അടുപ്പ് കൂട്ടിയിട്ട് ആ അടുപ്പിൽ അങ്ങോട്ട് ഇട്ടേക്ക്. അത് വേണ്ട നമുക്ക് അങ്ങനെയൊന്നും. ഒരു വാശി, ഒരു ദേഷ്യം, ഒരു വെറുപ്പ്, ഒരു വൈരാഗ്യം ഒന്നും വേണ്ട. ഒരു തരത്തിലും നമുക്ക് ഇന്നതേ ആയിരിക്കണം എന്നുള്ള അതൊന്നും വേണ്ട. നമുക്ക് ഉള്ളത് കൊണ്ട് ഉള്ളതുപോലെ അത്രയാണ്. നാളത്തേക്ക് എന്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് ഇന്നേ ടെൻഷൻ അടിച്ചിട്ട് ഇന്ന് പുലർച്ചയ്ക്ക് ഒരു അറ്റാക്ക് വന്ന് തീർന്നു കഴിഞ്ഞാൽ തീർന്നു. പിന്നെ നാളത്തേക്കുള്ളത് എന്തിനാ? അത് നമ്മുടെ മാധവിക്കുട്ടിയുടെ നെയ്പായസോ അങ്ങനത്തെ ഒരു കഥ പോലെ. അതെ, കൊട്ടാരവും വേണ്ട, 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ മതി. ജി ചേച്ചി സത്യം, ഞങ്ങളൊക്കെ ഷൂട്ടിന് പോയാലും ജി ചേച്ചിക്ക് അറിയാം, എവിടെയാണോ ഫുഡ് ഉള്ളോട് തിരുന്ന് കഴിച്ച് മിണ്ടാണ്ടിരിക്കും. ഷൂട്ട് ചെയ്ത് ഉള്ള കാശും മേടിച്ച് നമ്മളങ്ങ് നമ്മുടെ വഴിക്ക് പോകും. അത്ര തന്നെ. അല്ലാണ്ട് നമ്മൾ കിടന്നിട്ട് ഒരു തരത്തിലും നമ്മൾ ഒരുപാട് അങ്ങോട്ട് വാശി പിടിക്കാനൊന്നും നിൽക്കില്ല. പുറമെ കാണുമ്പോൾ ആർട്ടിസ്റ്റുകളൊക്കെ സംഭവബഹുലമായ വ്യക്തികളാണ്. പക്ഷെ ഞങ്ങൾക്ക് അറിയും ഞങ്ങൾ ആരാണെന്ന്. എന്താണോ ഉള്ളത് അതും കഴിച്ച് മിണ്ടാതെ വാരി വിഴുങ്ങി വെട്ടി വിഴുങ്ങി അവിടെ എവിടെയെങ്കിലും പോയി കുത്തിയിരുന്ന് വർക്കും തീർത്ത് വരും. അങ്ങനെ 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 ജീവിച്ച് പോകുമ്പോഴേ നമ്മൾ ആർക്കും ഒരു ശല്യാവില്ല. നമ്മൾ മക്കൾക്കും ശല്യാവണ്ട, മരുമക്കൾക്കും ശല്യാവണ്ട, ആർക്കും ശല്യാവണ്ട, ഒരാൾക്കും നമ്മളെ കൊണ്ടൊരു ഉപദ്രവം ഉണ്ടാവണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിന് കുറച്ച് കൃഷ്ണാവബോധമായിട്ട് അങ്ങ് ജീവിച്ചു പോയാൽ മതി. ഇനി നമ്മളെ ദ്രോഹിക്കുന്ന വാക്കുകൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ മിണ്ടാണ്ടുണ്ടോ നിന്നോന്നേ, പറയണവൻ പറയട്ടെ എന്ന് വിചാരിക്കണം. പതഞ്ജലിയുടെ യോഗ പദ്ധതിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, മറ്റേ പതഞ്ജലി അല്ല കേട്ടോ. പതഞ്ജല യോഗ സൂത്രത്തിൽ ആത്മാവിനെ ഉള്ള വാപ്പാ, പതഞ്ജല യോഗ സൂത്രത്തിൽ ആത്മാവിനെ കൂടുകണ്ണ 6 o'clock നെക്സ്റ്റ് വരൂല്ലേ. ரொம்ப டயர்டா இருக்கு, காஃபி வேணுமாப்பா? அப்படியா? ரெண்டு மாடலா இருக்கா இது? இல்ல இல்ல ஒரே செட். 1 கிலோ துளசி. அதான் யோசிக்கிறேன் நான். 1 kg இல்லையே நாளை காலையில் 1 kg. இங்க கொஞ்சம் இருக்கு. இது 1 kg இல்லைல்ல? ஓ, இது மாலையா கட்டி வச்சிருக்கீங்களா? அது எடுக்கணும்ல. அப்படியா? சரி, அவன் வேண்டாம் இனி. அந்த காலை அடிபத்தனவன் தானே. ஐயோ வேண்டாம் சாமி, எனக்கு அவனை பார்த்தாலே எரிச்சல் ஆகுது. அரளி, வில்வம், துளசி இல்லை, தாமரை. ஓகே ஓகே ஓகே. தாமரை ஒரு அம்மா கேட்டிருக்காங்க தாமரை கொடுக்கணும் சொல்லிட்டு. அப்போ ஒரு 2 தாமரை எடுத்துக்கோ. நாளை காலையில் ஒருத்தர் தாமரை சொல்லியிருக்காங்க, இன்னைக்கு ஈவினிங் ஒருத்தர் சொல்லியிருக்காங்க. ஈவினிங் ஒரு 2. 6:30. அப்போ இதில் போட்டுக்கோப்பா. அந்த புக்கு எதுன்றது எனக்கும் ஞாபகம் இல்லை, ஏதோ ஒரு புக்கில் இருக்கு. 1 kg இல்ல துளசி? சரி சரி, ஈவினிங்க்கு அது போதும்.
അപ്പോൾ നമ്മൾ ഇവിടെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതഞ്ജല യോഗസൂത്രത്തിൽ ആത്മാവിനെ പ്രത്യാഘാത്മാ പരകാത്മാ എന്ന് 2 വിധത്തിൽ പറയുന്നുണ്ട്. എന്താണ്? പ്രത്യാഘാത്മാ പരഘാത്മാ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ പ്രത്യാഘാത്മാ പരഘാത്മാ എന്ന് പറയുന്നത്? ഇന്ദ്രിയ സുഖാകൃഷ്ടനായിരിക്കുമ്പോൾ, അതായത് ഇന്ദ്രിയങ്ങളോട് നമ്മൾ ഇങ്ങനെ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല സ്ഥലത്ത് കിടന്നുറങ്ങണം, നല്ല രീതിയിൽ പോകണം, അങ്ങനെ കിടക്കില്ലപ്പാ. அந்த புக்ஸ் எல்லாம் எடுத்து கூட அக்கா எடுத்து கொடுக்குறேன். 1 மினிட் கேட்டோ. நிறைய புக்ஸ் இருக்கு. மாலை, அன்னதானம், டெம்பிள் சேரிட்டி அப்படின்னு சொல்லிட்டு. இதா கண்ணா. ஐயோ. ഇതില് ഇന്ദ്രിയ സുഖത്തിൽ നമ്മൾ ഒരു എന്താ പറയാ ഭയങ്കര ആകർഷിക്കപ്പെട്ടിരിക്കുമ്പോൾ ആത്മാവ് പരാഘാത്മാവ് എന്ന് വിളിക്കുന്നു. ഇന്ദ്രിയ സുഖങ്ങളിൽ മാത്രം നമ്മൾ ഭയങ്കരമായിട്ട് ആകർഷിച്ച് നല്ല രീതിയിൽ ജീവിക്കണം, നല്ല ആർഭാടമായി ജീവിക്കണം എന്നുള്ള ആഗ്രഹ, സുഖലോലുപനായി ജീവിക്കണം എന്ന ആഗ്രഹവുമായി നമ്മൾ മുന്നോട്ട് ജീവിക്കുകയാണെങ്കിൽ ആ ആത്മാവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പരഘാത്മാവ് എന്ന്. എന്താണ്? പരാഘാത്മാവ്. അത് അരളിപ്പൂ വിഷാണ്, നമ്മൾ തിന്നുന്നില്ല, നമ്മൾ അഭിഷേകം ചെയ്യണേ ഉള്ളൂ. പരഘാത്മാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ അതേ ആത്മാവ് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ പ്രത്യാഘാത്മാവ് എന്ന് വിളിക്കുന്നു. അപ്പൊ പരഘാത്മാവും പ്രത്യാഘാത്മാവും എന്താണ്? പരഘാത്മാവ് എന്ന് പറയുമ്പോ ഇന്ദ്രിയ സുഖങ്ങളിൽ, അരളിപ്പൂ പൂജയ്ക്ക് എടുക്കുമല്ലോ, ഇന്ദ്രിയ സുഖങ്ങളിൽ ഒരുപാട് മനസ്സ് ആകർഷിക്കപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ആത്മാവിനെ വിളിക്കുന്ന പേരാണ് പരകാത്മാവ്. എന്നാൽ ഇന്ദ്രിയ സുഖങ്ങളൊന്നും വേണ്ട, എനിക്ക് ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം മതി എന്ന രീതിയിൽ ഒരു ആത്മാവ് ജീവിക്കുമ്പോൾ ആ ആത്മാവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രത്യാഗാത്മാവ്. ക്ലിയർ? നല്ല 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കണ പോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളില് പ്രവർത്തിക്കുന്ന 10 തരത്തിലുള്ള വായുക്കളുടെ പ്രവർത്തന വിധേയനാണ് ആരാത്മാവ്. നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന 10 തരത്തിലുള്ള വായുക്കളുണ്ട്. ആ വായുക്കളുടെ പ്രവർത്തനത്തിന് വിധേയപ്പെട്ടുകൊണ്ടാണ് ആത്മാവ് നിൽക്കുന്നത്. ഓക്കെ? ആ പ്രവർത്തനങ്ങള് ശ്വസന വിധാനത്തിലൂടെ പ്രത്യക്ഷപ്പെടാറുണ്ട്. ആ പ്രവർത്തനം ഇങ്ങനെ കാക്കില്ലേ, നമ്മള് കീഴ്വായു മേൽവായു ഒക്കെ പോകാറില്ലേ? ഇതൊക്കെ ആ വായുക്കളുടെ പ്രവർത്തനമാണ്. 10 തരത്തിലുള്ള വായുക്കൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഉള്ളിൽ പ്രവർത്തിക്കുന്ന 10 തരത്തിലുള്ള വായുക്കൾക്കും എന്താ പറയാ വിധേയപ്പെട്ടുകൊണ്ടാണ് ആര് നിൽക്കുന്നത്? ആത്മാവ് നിൽക്കുന്നത്. ആത്മാവിന്റെ ഭൗതിക ആസക്തികളെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ഭൗതിക ആസക്തികളെ, ഈ ലോകത്തിലുള്ള അത് വേണം ഇത് വേണം എന്നുള്ള ചിന്തകളെയാണ് ഭൗതിക ആസക്തികൾ എന്ന് പറയുന്നത്. ഈ ഭൗതിക ആസക്തികളെ ശുദ്ധീകരിക്കുന്ന വിധത്തിൽ, അതായത് ക്ലിയർ ആക്കുന്ന വിധത്തിൽ, നമുക്ക് ഈ ഭൗതിക ആസക്തികളൊന്നും വേണ്ട, അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയാണ് എന്തെന്ന് പറയുന്നത്? ശുദ്ധീകരിക്കുന്ന വിധം എന്ന് പറയുന്നത്. അങ്ങനെ ശുദ്ധീകരിക്കുന്ന വിധത്തില് ശരീരവായുക്കളുടെ പ്രവർത്തനം എന്തായിരിക്കണം? അനുകൂലമായിരിക്കണം. അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള 10 തരത്തിലുള്ള വായുക്കളും എന്താണ്? മെസ്സേജ് ഇടാൻ അറിഞ്ഞൂടെ? നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള 10 തരത്തിലുള്ള വായുക്കളും എന്താണ്? പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം വിധേയപ്പെട്ടുകൊണ്ട് നമ്മുടെ ആത്മാവ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ ആത്മാവ് എന്ത് ചെയ്യണം? ഈ 10 തരത്തിലുള്ള വായുക്കളും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് അടിമപ്പെടാതെ നോക്കണം. 10 തരത്തിലുള്ള വായുക്കളും അതിന് വിധേയപ്പെട്ടാണ് ആത്മാവ് നിൽക്കുന്നത്. അപ്പൊ ആ ആത്മാവ് അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരം പുറത്തുള്ള പല പല സുഖങ്ങൾക്ക്, പലതര ഭൗതിക ആസക്തികൾക്ക് അടിമപ്പെടാതെ നമ്മൾ നോക്കണം. ശരീരവായുക്കളുടെ പ്രവർത്തനങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം എന്ന് എവിടെ പഠിക്കുന്നു? പാതഞ്ജല യോഗത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിനുള്ള വായുക്കളെ
എങ്ങനെ നിയന്ത്രിക്കണം, അതായത് വായുക്കളെ നിയന്ത്രണം നമ്മൾ കേട്ടിട്ടില്ലേ, പല പല യോഗാസനങ്ങളിൽ കേട്ടിട്ടില്ലേ, എന്താ പറയാ ഇവിടെ മുതൽ മൂലാധാരം വരെ എന്താ പറയാ ഘുതത്തിലുള്ള വായുവിനെ എങ്ങനെ ടൈറ്റാക്കി പിടിച്ച് മേലെ ഇങ്ങനെ നിവർന്നിരുന്ന്, അങ്ങനെ പല പല യോഗകളിൽ പല രീതിയിൽ പറയുന്നുണ്ട്. നമ്മുടെ ശ്രീല പ്രഭുപാജി തന്നെ ഒരു യോഗ എന്നുള്ളൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നല്ല പുസ്തകമാണ്, ചെറിയ ബുക്കാണ്, 60 രൂപയുള്ളൂ, പക്ഷെ ഗംഭീര പുസ്തകമാണത്. അത് നമ്മുടെ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം എന്ന് നമുക്ക് അറിയാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ പറയും, ഞാൻ അയച്ചുതരാം. അപ്പൊ ആ പുസ്തകത്തിൽ അദ്ദേഹം യോഗയെ കുറിച്ച് പറയുന്നുണ്ട്. എന്തിനാണ് ആ യോഗയെ കുറിച്ച് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ ആ വായുക്കളെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോകും. അതർവൈസ് നമുക്ക് ആഗ്രഹങ്ങളും എല്ലാം കൂടി 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 ഇങ്ങനെ വരും. അപ്പൊ അതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ശാസ്ത്രത്തെയാണ് പാതഞ്ജല യോഗം എന്ന് പറയുന്നത്. അതിൽ പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന്. ഈ യോഗ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യാഗാത്മാവത്രേ അത്യന്ത ലക്ഷ്യം. ഈ ഒരു യോഗ പദ്ധതി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നെല്ലാം പുറത്തു വരും. അങ്ങനെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന അവസ്ഥയെ പറയുന്നത് എന്താണ്? ആത്മാവ്. ഇന്ദ്രിയ സുഖങ്ങളിലൊന്നും ഇഷ്ടപ്പെടാതെ ജീവിക്കുന്ന ആത്മാവിനെ നമ്മൾ പറയുന്ന എന്താണ്? പ്രത്യാഗാത്മാവ്. എന്നാൽ ഇന്ദ്രിയ സുഖങ്ങളിൽ ഇഷ്ടപ്പെടുന്ന ആത്മാവിനെ പറയുന്ന പേരാണ് എന്താണ്? പരഗാത്മാവ്. ക്ലിയർ? ഭൗതിക വിഷയങ്ങളിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും പിന്മാറണം. എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് അത് നടന്നില്ലെങ്കിൽ നമ്മൾ അതിൽ ഫെഡപ്പായി പോകരുത്. ചില കല്യാണങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ അയ്യോ എന്നും പറഞ്ഞ് കരയരുത്. ഭഗവാൻ തട്ടി മാറ്റിയതാണത്. അത്രയും ചിന്തിക്കുക. ഭഗവാനെ, ഞാൻ ഇത്രയും ഏകാദശി എടുത്തു, ഇത്രയും പ്രാർത്ഥിച്ചു, എന്നിട്ട് എന്താണ് എൻ്റെ കാര്യങ്ങളൊന്നും ശരിയാവാത്തത് എന്ന് ചിന്തിക്കരുത്. കാരണം ഭഗവാൻ അതിനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും നല്ല സമയത്ത് ഭഗവാൻ നമ്മൾക്ക് നൽകേണ്ടത് കൃത്യമായിട്ട് തരും. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു കാര്യം നടക്കേണ്ട സമയം. അത് ഭഗവാൻ അറിയാം, ഭഗവാൻ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഏത് സമയത്ത് എന്ത് കാര്യം ഇവരുടെ ജീവിതത്തിൽ നടക്കണമെന്ന്. അത് കല്യാണം ആവട്ടെ, ഒരു കുട്ടിയാവട്ടെ, ഒരു വീടാവട്ടെ, എന്തും ആയിക്കോട്ടെ, ഒരു വാഹനമായിക്കോട്ടെ, ഒരു ജോലി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നടക്കേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ ഭഗവാൻ അത് നടത്തി തരും. ഇന്ദ്രിയങ്ങളെല്ലാം അതാതു വിഷയത്തിൽ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. ഉറങ്ങേണ്ട സമയത്തെ ഓട്ടോമാറ്റിക്കലി കണ്ണുകൾ അടയുന്നുണ്ട്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കണ്ണിങ്ങനെ തുറന്നു വെച്ച് ഉറങ്ങുമോ? ഇല്ല, അവൻ എങ്ങനെയെങ്കിലും കണ്ണുകൾ അടയ്ക്കും. കറക്റ്റ് അല്ലേ? ഇനി നടക്കേണ്ട സമയത്ത് നടന്നു പോകേണ്ട ഒരു വ്യക്തിയുടെ കാലുകൾ ചലിക്കാതെ നിൽക്കില്ല, അത് നടന്നെ കൊണ്ടിരിക്കും. ഇനി നമ്മുടെ ശരീരത്തിൽ തണുപ്പറിയേണ്ട സമയത്ത് നല്ല തണുപ്പുണ്ടാകുമ്പോൾ നമ്മുടെ ശരീരം തണുപ്പറിയാത്ത ഫീലിംഗിൽ നിൽക്കുന്നുണ്ടോ? തണുപ്പറിയുന്നുണ്ട്. ചൂടുള്ള സമയത്ത് നമ്മുടെ ശരീരം ചൂടറിയാതെ നിൽക്കുന്നുണ്ടോ? ചൂടറിയുന്നുണ്ട്. നാവിലൊരു ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ രുചി അറിയാതെ ഇരിക്കുന്നുണ്ടോ? രുചി അറിയുന്നുണ്ട്. ചില കാര്യങ്ങൾ കേൾക്കേണ്ട സമയത്ത് നമ്മൾ കേൾക്കാതിരിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണ് കാണുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു, ചെവി കേൾക്കുന്ന രീതിയിൽ, മൂക്കാണെങ്കിൽ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ അത് നമുക്കറിയുന്നുണ്ട്, നാവ് ആസ്വദിക്കുന്നുണ്ട്, കൈകൾ കൊണ്ട് സ്പർശനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഇന്ദ്രിയങ്ങളും ബാഹ്യ വിഷയങ്ങളിൽ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ബാഹ്യമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇന്ദ്രിയങ്ങൾ കണക്റ്റഡ് ആണ്. ഇതെല്ലാം പ്രാണവായുവിന്റെ പ്രവർത്തനങ്ങളാണ്. കാരണം എന്താ? നമ്മുടെ ശരീരത്തിനുള്ളിലുള്ള 10 വായുക്കള്, ഈ 10 വായുക്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നത്. ഈ വായു അത് നിന്ന് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ശരീരം മരവിച്ച് കിടക്കും. അപാനവായു, ജീവവായു, പ്രാണവായു എന്നൊക്കെ കേട്ടിട്ടില്ലേ? 10 തരത്തിലുള്ള വായുക്കളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ വായുക്കളുടെ പ്രവർത്തനങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ജീവശവമായി, അതായത് ഒന്നിനും കൊള്ളാത്ത നമ്മളുടെ ശരീരം തണുത്ത് വേസ്റ്റായി. പിന്നെ നമുക്ക് അവിടെ ജീവനില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? പിന്നെ നമുക്ക് ജീവനില്ല, നമ്മൾ ഒന്നും അറിയുകയും കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യാത്ത ഡെഡ് ബോഡി ആയി മാറി. അപാനവായു താഴേക്ക് പോകുന്നു. നമ്മുടെ ശരീരത്തിൽ അപാന വായു എന്ന് പറയുന്നത്, മഞ്ജരീസിൽ മെസ്സേജ് ഇട്ടോ മാതാജി, നല്ല ബുക്കാണ് യോഗ എന്നുള്ള ബുക്ക്, സൂപ്പർ ബുക്കാണ്, പ്രഭുബാജി എഴുതിയാണ്, ഞാൻ അയച്ചുതരാം. അപാനവായു എന്താ ചെയ്യുന്നത്? താഴേക്ക് പോകുന്നു. വ്യാനവായു എന്ന് പറഞ്ഞിട്ടൊരു വായു ഉണ്ട് ശരീരത്തിനുള്ളിൽ. 10 തരം വായുക്കളുണ്ട് കേട്ടോ. അതില് അപാനവായു താഴേക്കുള്ള മർദ്ദമാണ്. എന്നാൽ വ്യാനവായു എന്ന് പറയുന്നതോ വികാസ സങ്കോചങ്ങൾ ഉണ്ടാക്കുന്നു, നമ്മുടെ ശരീരത്തിൽ വികസിക്കുകയാണ്, വികാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? വ്യാനവായു എന്ന് പറയുന്നത്. സമാനൻ സമനില പാലിപ്പിക്കുന്നു. സമാനവായു എന്ന് പറഞ്ഞിട്ടൊരു വായു ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവിനെ നിലനിർത്തി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ചൂടും തണുപ്പും അതും ഇതും വികാരങ്ങളെയും എല്ലാം ഇങ്ങനെ
സമാനമായിട്ട് നിലനിർത്തിക്കൊണ്ട് വരികയാണ്. ഉദാനൻ മേലോട്ട് പോകുന്നു. ഉദാന വായു എന്ന് പറയുന്ന ഒരു വായു ഉണ്ട്. ആ വായു മേലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാണ്? അപാനവായു, വ്യാനവായു, സമാനവായു, ഉദാനവായു, അങ്ങനെ 4 വായുക്കൾ. ഈ 4 വായുക്കളാണ് നമുക്ക് എന്ത് നൽകുന്നത്? ആത്മസാക്ഷാത്കാരം നൽകുന്നത്. ആത്മസാക്ഷാത്കാരത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന 4 വായുക്കളെ കുറിച്ചാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? അപാനവായു, അപാനവായു, അപാനവായു താഴേക്ക് പോകുന്നു. വ്യാനവായു, വ്യാനവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികസിപ്പിക്കുന്നു. വികാസം, അങ്ങനെ ഓർത്താൽ മതി. വ്യാനം വികസിപ്പിക്കുന്നു. വ്യാനവായു നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഇതിനെല്ലാം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വികാസവും സങ്കോചവും കേട്ടോ. വികാസം മാത്രമല്ല, സങ്കോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ? പിന്നെന്താണ്? സമാനവായു, അത് സമനിലയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്. ഇനി ഉദാനവായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേലോട്ട് പോകുന്ന വായു. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഈ 4 വായുക്കളാണ് നമ്മൾക്ക് ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. ഓക്കെ. ദ്രവ്യയജ്ഞാസ്പോയജ്ഞ യോഗയജ്ഞാസ്തപാരേ സ്വാധ്യായജ്ഞാനയജ്ഞാശ്ച യഥയാ സംഹൃതാവൃത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28ാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകത്തിന്റെ അർത്ഥം സ്വയം പ്രതിജ്ഞാബദ്ധരായി നമ്മൾ സ്വയം തീരുമാനങ്ങൾ എടുത്ത് ചിലർ തങ്ങൾക്കുള്ളതെല്ലാം ഒഴിവാക്കി. നമ്മൾ ചിലപ്പോൾ സ്വയം ഒരു തീരുമാനം എടുക്കണം, ഇനി എനിക്കൊന്നും വേണ്ട, അങ്ങനെ നമുക്കുള്ളതെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നല്ല ബോധത്തിൽ നമ്മൾ നിലകൊള്ളുകയാണ്. അല്ലാണ്ട് എല്ലാം എനിക്ക് വേണം, എല്ലാം എനിക്ക് വേണം, എല്ലാം എനിക്ക് വേണം എന്നുള്ള മനസ്ഥിതിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നില്ല. ചിലർ കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നവരുണ്ട്. ഭയങ്കരമായ തപസ് ചില ആളുകൾ അനുഷ്ഠിക്കും. അഷ്ടാംഗയോഗ പരിശീലനത്താലും, അഷ്ടാംഗയോഗത്തിൽ പല പല പരിശീലനങ്ങൾ ഉണ്ട് അല്ലെ. യോഗയൊക്കെ പഠിക്കുന്ന സമയത്ത് ആ അഷ്ടാംഗ യോഗത്തിൽ ഒരുപാട് പരിശീലനങ്ങളുണ്ട്. ഈ പരിശീലനങ്ങൾ വഴി ഈ അതീന്ദ്രിയ ജ്ഞാന പുരോഗതിക്കായിട്ട് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് അറിയുന്ന അതീന്ദ്രിയ ജ്ഞാനം, ആത്മസാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമുക്കൊരു അതീന്ദ്രിയ ജ്ഞാനം വേണം. ആ അതീന്ദ്രിയ ജ്ഞാനത്തിൽ നമ്മൾ പുരോഗമിക്കണം. ഇതൊന്നും നമ്മുടേതല്ല, എല്ലാം ആരുടേതാണ്? സാക്ഷാൽ ഭഗവാന്റേതാണ്. എന്റേത് നിന്റേത് എന്ന് പറഞ്ഞ് വഴക്കിട്ട് ചേർത്ത് പിടിക്കാൻ സ്വന്തം ശരീരം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോകേണ്ടി വരും ഒരു കാലത്ത്. എന്റേത് എന്റേത് ഞാൻ എന്ന് പറയുന്ന ഈ ശരീരം പോലും ചിലപ്പം കുറച്ച് നാൾ കഴിഞ്ഞാൽ ആറടി മണ്ണിൽ നമ്മൾ കൊണ്ടുപോയി വെക്കും. ആ കത്തിക്കുന്ന ശ്മശാനം വരെ മാത്രമേ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കൂടെ വരൂ. ശ്മശാനം എത്തിക്കഴിഞ്ഞാലോ കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രിയപ്പെട്ടവരും തിരിഞ്ഞു നോക്കൂല. ഒരു 4-5 വർഷത്തെ കൊല്ലത്തെ ഓർമ്മ ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ചിന്തിക്കുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും മരിച്ചാൽ ആദ്യത്തെ ഒരു 10 ദിവസം വലിയ മാലയൊക്കെ ഇട്ട് വലിയ പൂവൊക്കെ ഇട്ട് വില കൂടിയ ഫ്രെയിമൊക്കെ ഇട്ടിട്ട് ആ വ്യക്തിയുടെ ഫോട്ടോ അങ്ങ് വെക്കും. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ആ മരിച്ച വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പോലും തിരിഞ്ഞു നോക്കൂല. മരിച്ചു കഴിഞ്ഞ് ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടിട്ടും ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ വ്യക്തിയോട് സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മാന്യത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇതൊന്നും നമ്മുടേതല്ല, എല്ലാം ഭഗവാന്റേതാണ്. കാലചക്രം പോലും നിയന്ത്രിക്കുന്ന ആ സാക്ഷാൽ പരമദിവ്യോത്തമ പുരുഷന്റെ അഖിലകോടി ബ്രഹ്മാണ്ഡ നായകൻ, അദ്ദേഹത്തെ പേടിച്ചാണ് കാലചക്രത്തിൽ സൂര്യൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. സൂര്യദേവൻ പോലും ഓടുകയാണ് കൃഷ്ണനെ പേടിച്ചിട്ട്. അപ്പൊ ആ കൃഷ്ണൻ ആണ് സമസ്തത്തിനും അധികാരി എന്നുള്ള ഒരു ഉത്തമമായ ബോധം നമ്മൾക്കുള്ളിൽ ഉണ്ടാവണം. അപ്പോ ഈ അതീന്ദ്രിയ ജ്ഞാനം നമ്മൾ പുരോഗമിപ്പിക്കാൻ വേണ്ടി വേദങ്ങൾ പഠിക്കും അല്ലെ. ഈ അവസ്ഥ നമ്മൾക്ക് ഉണ്ടാവണം. നമ്മള് പലപ്പോഴും മറന്നു പോകുന്നത് വേദങ്ങൾ അഭ്യസിക്കാനാണ്. വേദങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് 4 വേദങ്ങളുണ്ട്. അപ്പൊ ആ 4 വേദങ്ങളും മനപ്പാടാക്കണം എന്നല്ല പറയുന്നത്. കൃഷ്ണാവബോധം നമ്മൾ പഠിക്കണം. കൃഷ്ണാവബോധം പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിനോടുള്ള ഒരു ആസക്തി നമുക്ക് കുറഞ്ഞു കിട്ടും. എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, കുറെ കാശ് വേണം, വീട് വേണം, എന്താ പറയാ, ഭൂമി വേണം, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം പോയി കിട്ടും. ഇത് തന്നെയാണ് മഹാബലിയുടെ ജീവിതത്തിലും നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് രാജാക്കന്മാര് പടവെട്ടി പൊരുതി സമസ്തവും കൈയടക്കി വെച്ചിട്ട് അവസാനം എന്താ ഉണ്ടാവുക? അവരങ്ങോട്ടേക്ക് സന്യസിക്കാൻ പോകും. അല്ലെങ്കിൽ മഹാബലി എന്ത് ചെയ്തു? സമസ്തവും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ അങ്ങ് സമർപ്പിച്ചു. ഭഗവാൻ എല്ലാം അങ്ങോട്ട് അളന്നെടുത്തു. അവസാനം പറഞ്ഞു എന്റെ ശിരസ്സും എടുത്തോ ഭഗവാനെ എന്ന് പറയേണ്ടി വന്നു. അപ്പൊ ഇതൊന്നും നമ്മുടേതല്ല എന്നുള്ള ഉത്തമ ബോധമാണ് നമ്മുടെ ഓരോ കഥകളിലൂടെയും മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും നമ്മുടേതല്ല, എല്ലാം ഭഗവാന്റേതാണ്.
ഈ യജ്ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിധത്തിലുള്ള ഒരുപാട് രീതിയിലുള്ള യജ്ഞങ്ങളുണ്ട്. പല പല ദാനധർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ. അതിനുവേണ്ടി നമ്മൾ കയ്യിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ. നമ്മുടെ ഈ ഭാരതത്തില് ഈ ഇന്ത്യയിൽ സത്യം പറഞ്ഞാല് ഒരുപാട് പൈസയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും രാജാക്കന്മാരൊക്കെ ധർമ്മശാല, അന്നക്ഷേത്രം, അതിഥിശാല, അനാഥാലയം, വിദ്യാപീഠം അങ്ങനെ ഒരുപാട് ധർമ്മസ്ഥാപനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. ഇഷ്ടം പോലെ രാജാക്കന്മാർ ഇഷ്ടം പോലെ പണക്കാരും ധർമ്മശാല നടത്തുന്നുണ്ട്, അന്നക്ഷേത്രം നടത്തുന്നുണ്ട്, അതിഥിശാലകൾ നടത്തുന്നുണ്ട്, അനാഥാലയങ്ങൾ നടത്തുന്നുണ്ട്, വിദ്യാപീഠങ്ങൾ നടത്തുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ആശുപത്രികള്, വൃദ്ധമന്ദിരങ്ങള്, ദരിദ്രകൾക്ക് എന്താ പറയാ ഫ്രീ ആയിട്ട് ചികിത്സകള്, വിദ്യാഭ്യാസം, ആഹാരം, ഇങ്ങനെ ഒരുപാട് ധർമ്മമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ഭാരതത്തിൽ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെയെല്ലാം എന്താ പറയാ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പറയുന്ന ഒരു പേരുണ്ട്, ദ്രവ്യമയ യജ്ഞം എന്നാണ് ഇതിനെ പറയാ. മനസ്സിലായില്ലേ? ഇങ്ങനെ അനാഥാലയങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മള് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളെ പറയുന്ന യജ്ഞത്തെ പറയുന്ന പേരെന്താണ്? ദ്രവ്യമയ യജ്ഞം എന്നാണ് പറയുന്നത്. അതിനെയാണ് ദ്രവ്യമാണത്, അതായത് വസ്തുവാണ്. അപ്പം ആ ഒരുപാട് യജ്ഞങ്ങൾ നമ്മളുടെ പുരാണങ്ങളിൽ പറയുന്നത്, അതിലൊരു യജ്ഞമാണ് ദ്രവ്യമയ യജ്ഞം എന്ന് പറയുന്നത്. ആ ദ്രവ്യമയ യജ്ഞം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ, അനാഥാലയങ്ങൾ ചെയ്യുമ്പോൾ, ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ, അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ദ്രവ്യമയ യജ്ഞമായി. ചില ആൾക്കാർ എന്താ ചെയ്യാ, ജീവിതാകർഷണത്തിനോ പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഉപരിലോകങ്ങൾ നേടാനോ, അതായത് ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെയുള്ള ജീവിച്ചുകൊണ്ട് ചന്ദ്രനിൽ പോണം, ചൊവ്വയിൽ പോണം, അവിടെ പോണം, ഇവിടെ പോണം എന്നുള്ള പല പല ഉപരിലോകങ്ങളിൽ കടലടി പോണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ചില വ്യക്തികൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യാ, ചന്ദ്രായനം, ചന്ദ്രനിൽ പോണം, ചാതുർമാസ്യം വ്രതങ്ങള്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അവരെടുത്ത് അവർക്ക് അങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പ്രക്രിയകൾക്ക് അവരൊരു കർക്കശമായ നിബന്ധനകളുണ്ട്. അപ്പൊ അവരിങ്ങനെ പല പല ആഗ്രഹങ്ങളാണ് അവർക്ക്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മൾ പോലും ചിന്തിക്കാത്ത ആഗ്രഹങ്ങളുള്ള വ്യക്തികളുണ്ട്. അപ്പൊ അവരൊക്കെ ഒരു വേറെ റൂട്ടിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. നമ്മുടെ ഈ കൃഷ്ണാവബോധം എന്ന് പറയുന്ന സംഘടനയിലേക്കൊന്നും അവരുടെ മനസ്സൊരിക്കലും വരില്ല. മനസ്സിലായില്ല? അപ്പൊ അവർ അതിനു വേണ്ടി മാത്രം ജീവിതം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ചാതുർമാസ്യ വ്രതം, അതെല്ലാവർക്കും അറിയാം അല്ലെ. ചില ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. എന്നോട് പലപ്പോഴും ചോദിക്കും, മാതാജി ഈ വൈശാഖ മാസ വ്രതം എന്താണ്, ചാതുർമാസ്യ വ്രതം എന്താണ്, ദാമോദര മാസ വ്രതം എന്താണ്, അതെങ്ങനെയാണ് എടുക്കേണ്ടത്, ഇങ്ങനെ പല സംശയങ്ങളും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോ ചാതുർമാസ്യ വ്രതം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തിൽ 4 മാസം, ശ്രദ്ധിച്ചു കേട്ടോളൂ, കൊല്ലത്തിൽ 4 മാസം, ജൂലൈ മുതൽ ഒക്ടോബർ വരെ ആ 4 മാസത്തിൽ നമ്മൾ താടിയും മുടിയൊന്നും വടിക്കാൻ പാടില്ല. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള ചാതുർമാസ്യ വ്രതത്തില് നമ്മൾ താടിയും മുടി എടുക്കാൻ പാടില്ല. ചില പ്രത്യേക ആഹാരങ്ങൾ കഴിക്കാനോ ദിവസം തോറും ഒന്നിലേറെ തവണ ആഹാരം കഴിക്കാനോ പാടില്ല. അത് ഒരു യജ്ഞമാണത്, ഭഗവാനോടുള്ള നമ്മുടെ ഒരു സമർപ്പണമാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്കത് പറ്റില്ല. കാരണം ഓഫീസുകളിലൊക്കെ പോകുമ്പോൾ താടിയും മുടി എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പിടിച്ച് പുറത്താക്കല്ലേ കുടുംബത്തിരുത്തും. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് പ്രയാസങ്ങൾ ഇപ്പോൾ ഉണ്ട്. പക്ഷെ പണ്ട് കാലങ്ങളിലുള്ള ആളുകള് ഈ 4 മാസക്കാലം താടിയും മുടി എടുക്കില്ല, ഒന്നിൽ കൂടുതൽ തവണ ഭക്ഷണം കഴിക്കില്ല, അതുപോലെ വീടിന് പുറത്ത് അധികം പോകില്ല, എന്തേലും അത്യാവശ്യത്തിനേ പോകൂ, ഇങ്ങനെ ജീവിത സുഖങ്ങളെല്ലാം അവർ ഉപേക്ഷിക്കും. അങ്ങനെയുള്ള യജ്ഞത്തെ പറയുന്ന പേരാണ് തപോമയ യജ്ഞം എന്ന്. അപ്പൊ 2 തരത്തിലുള്ള യജ്ഞം നമ്മൾ പഠിച്ചു. ഈ വൃദ്ധസദനവും സംഭവങ്ങളും ഒക്കെ റെഡിയാക്കിക്കൊണ്ട് അങ്ങനെ ജീവിക്കുന്ന ഒരു കാറ്റഗറി ആൾക്കാർ ചെയ്യുന്നതിനെ ദ്രവ്യമയ യജ്ഞം എന്ന് പറയും. ചാതുർമാസ്യ വ്രതങ്ങളെല്ലാം കൃത്യമായി എടുത്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ ചെയ്യുന്ന യജ്ഞത്തെ തപോമയ യജ്ഞം എന്ന് പറയും. ക്ലിയർ? തപോമയ യജ്ഞം. വേറെ ചില ആൾക്കാർ എന്താ ചെയ്യാ, പാതഞ്ജല യോഗ പദ്ധതി പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പാതഞ്ജല യോഗ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വയം നിരപേക്ഷതയിൽ നമ്മൾ സ്വയം നമ്മളിലേക്ക് തന്നെ ഒതുങ്ങാൻ തുടങ്ങും. അങ്ങനെയാണ് ഈ എന്താ പറയാ നമ്മുടെ ഇവരെ പോലെയുള്ള അവധൂതന്മാരെ പോലെയുള്ള വ്യക്തികൾ. അവർ ഈ ലോകവുമായി ഡിസ്കണക്റ്റഡ് ആണ്. മഴയായാലും വെയിലായാലും എന്തായാലും അവരൊരു ലക്ഷ്യത്തിൽ ഇങ്ങനെ ഉറച്ചിരിക്കും. അവരിലേക്ക് തന്നെ ഒതുങ്ങിയിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് പുറം ലോകത്തോട് വലിയ ആസക്തിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി നിരപേക്ഷതയിലേക്കാനുള്ള നിരപേക്ഷ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ അങ്ങനെ പറയുമ്പോൾ അത് ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത്. നിരപേക്ഷ തത്വം എന്ന് പറയുന്നത് ഭഗവാനെയാണ്. അപ്പൊ ആ ഭഗവാനിലേക്ക് തന്നെ ലയിക്കാനുള്ള ഒരു യോഗനിഷ്ഠ,
എപ്പോഴും യോഗികളെ പോലെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. ചുറ്റിനും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേയില്ല. അങ്ങനെയുള്ള യോഗനിഷ്ഠയിലൂടെ ഒരു പ്രത്യേക സിദ്ധികൾ അവർക്ക് കൈവരും. എപ്പോഴും ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ച് ഇങ്ങനെ ഇരുന്ന് അവർക്കൊരു സിദ്ധി കൈവരിക്കും. അതിനെന്താ പറയാന്നറിയോ? ഹഠയോഗം എന്ന് പറയും. അങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കാണ് ഹഠയോഗം, അഷ്ടാംഗയോഗം. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നല്ലാതെ എന്താന്ന് അറിഞ്ഞൂടാ അല്ലെ? അപ്പോ ദ്രവ്യമയ യജ്ഞം, തപോമയ യജ്ഞം, പിന്നെ ഹഠയോഗം, അഷ്ടാംഗയോഗം. അങ്ങനെ ഹഠയോഗം, അഷ്ടാംഗയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക സിദ്ധികൾ ഉണ്ടാക്കിയെടുക്കാൻ സ്വയം ഭഗവാനിലേക്ക് ലയിച്ചിറങ്ങി ഭഗവാനെ മാത്രം ആഗ്രഹിച്ച് ഭഗവാനോട് മാത്രം ബന്ധപ്പെട്ട് ഭൗതികതയിൽ നിന്ന് നമ്മൾ ഡിസ്കണക്റ്റ് ആയി ജീവിക്കുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഹഠയോഗ പദ്ധതി അല്ലെങ്കിൽ അഷ്ടാംഗയോഗം. ഈ രീതിയിൽ പോകുമ്പോഴാണ് നമുക്കത് ചെയ്യാൻ പറ്റുന്നത്. ചില ആൾക്കാർ എന്താ ചെയ്യുന്നത്? ഒരുപാട് തീർത്ഥയാത്രകൾ നടത്തും. സന്യസിക്കാൻ പോണ പോലെ കാശിയിൽ നിന്ന് രാമേശ്വരം, അവിടുന്ന് വാരണാസി, അങ്ങനെ കൈലാസം, അത് ഇതെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ തീർത്ഥയാത്രകൾ നടത്തും. ഭൗതിക ലോകത്തിൽ, അതായത് ഈ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയില് പൂർണ്ണത നേടാൻ വേണ്ടിയാണ് നമ്മൾ യോഗയജ്ഞങ്ങൾ ചെയ്യുന്നത് അല്ലെ? അപ്പൊ യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ അഗ്നികുണ്ടോ ഹോമകുണ്ടോ ഒക്കെ ഉണ്ടാക്കി കുറെ നെയ്യും പ്ലാവും ചകിരിയും ചിരട്ടയും അത് ഇടുന്നത് മാത്രമല്ല യജ്ഞം. ഇങ്ങനെയുള്ള യജ്ഞങ്ങളും ഈ ഭൗതിക ലോകത്തുണ്ട്. നിരവധി ഒരുപാട് തരത്തിലുള്ള യജ്ഞങ്ങളുണ്ട്. അതിൽ ചില യജ്ഞങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ? ഇനി വൈദിക സാഹിത്യം, നമ്മൾ പഠിക്കുന്ന പല പല ഗ്രന്ഥങ്ങളെയാണ് വൈദിക സാഹിത്യം എന്ന് പറയുന്നത്. ഉപനിഷത്തുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്, വേദാന്ത സൂത്രങ്ങൾ പഠിക്കുന്നുണ്ട്, സാഖ്യദർശനം പഠിക്കുന്നുണ്ട്. സാഖ്യദർശനം എന്ന് പറയുന്ന ഒരു ബുക്ക് ബുക്കാണ്. നമ്മുടെ ശ്രീല പ്രഭുപാദി എഴുതിയ ഒരു ബുക്കാണ്. അതും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ആവശ്യക്കാർ പറഞ്ഞാൽ ഞാൻ അയച്ചുതരും. സാഖ്യദർശനം ഇതൊക്കെ വായിച്ചാലാണ് നമുക്ക് കുറെ അറിവുകൾ സിദ്ധിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് നമ്മൾ വെറും മൂഢന്മാരായി ജീവിച്ചിട്ട് കാര്യമില്ല. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് വായിച്ചു വളരാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ തിന്ന് വളരാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ എന്താ ചെയ്യണത്? തിന്ന് വളരാണ് ചെയ്യുന്നത്, വായിച്ചു വളരുന്നില്ല. നമ്മൾ സ്വയം വായിച്ചു വളർന്നു കഴിയുമ്പോ വേദാന്ത സൂത്രങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം ഞാൻ എടുത്തു തരും, സമയം പോലെ എടുത്തു തരും. ധൃതി പിടിക്കേണ്ട ആരും. പയ്യെ നമുക്ക് സമയം പോലെ ഓരോരോ ഗ്രന്ഥങ്ങളായിട്ട് പഠിച്ചു പോവാം. ഇപ്പൊ മഹാഭാരതവും ഗീതയൊക്കെ പഠിക്കുന്ന പോലെ 4 വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും 18 പുരാണങ്ങളും എല്ലാം ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ? അപ്പൊ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ഈ സാഖ്യ ദർശനങ്ങളൊക്കെ വായിച്ചിട്ട് പഠിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരെന്താണ് അവർ ചെയ്യുന്ന യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാധ്യായ യജ്ഞമാണ്. അപ്പൊ നമ്മളുടെ മൂന്നാമത്തെ യജ്ഞമായി എന്തായി? ദ്രവ്യമയ യജ്ഞം. ഈ അനാഥാശ്രമങ്ങള് അത് ഇതെല്ലാം ഉണ്ടാക്കുന്നതിന് ദ്രവ്യമയ യജ്ഞം എന്ന് പറയും. തപോമയ യജ്ഞം, ജീവിത സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കുന്നതിന് തപോമയ യജ്ഞം എന്ന് പറയും. പിന്നെയോ സ്വാധ്യായ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങളും ഉപനിഷത്തുകളും വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ പറയുന്ന പേരാണ് സ്വാധ്യായ യജ്ഞം. അങ്ങനെ 3 യജ്ഞങ്ങൾ പഠിച്ചില്ലേ? അത് പഠനയജ്ഞത്തിൽ മുഴുകുക എന്നാ പറയുന്നത്. വിദ്യ ആർജിക്കുന്ന കാര്യത്തിൽ മുഴുകി ജീവിക്കുന്നതിനെയാണ് സാധ്യായ യജ്ഞം എന്ന് പറയുന്നത്. എവിടെയും തോറ്റുപോകരുത് നമ്മൾ. ആരെന്ത് ഏത് സദസ്സിൽ പോയിരുന്ന് നമ്മളോട് ഒരു സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമുക്ക് ഉണ്ടാവണം. ഇല്ലെങ്കിൽ സാധ്യായ യജ്ഞം അതെന്തോന്നു ഞാൻ കേട്ടിട്ടില്ലല്ലോ, ഗീതയിൽ അങ്ങനെ ഒരു വാക്കുണ്ടോ, ഞാൻ കേട്ടിട്ടില്ല എന്നൊരിക്കലും പറയരുത്. സാധ്യായ യജ്ഞം, ദ്രവ്യമയ യജ്ഞം, തപോമയ യജ്ഞം, അങ്ങനെ 3 യജ്ഞങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. പിന്നെന്താ പറയുന്നത്? ജീവിതാകർഷ സിദ്ധിക്ക് വേണ്ടി, ജീവിതം നല്ല രീതിയിൽ വലിയ സംഭവബഹുലമായി വരാനുള്ള സിദ്ധി, ആ സിദ്ധി കൈവരിക്കാൻ വേണ്ടിയിട്ട് പല 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 യോഗങ്ങൾ, പല പല യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് യോഗികൾ. അവര് ജീവിതത്തിൽ വലിയ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള യജ്ഞങ്ങൾ ചെയ്യുന്നത്. ജീവിതോത്കർഷം, അതായത് ജീവിതം ഉത്കർഷമായി വരാൻ, വളരെ ഉയർന്ന നിലയിലോട്ട്, അതായത് നമ്മളെ സാമ്പത്തിക ഉയർച്ച അല്ല, വളരെ നല്ല എന്താ പറയാ അതീന്ദ്രിയ ജ്ഞാനമുള്ള ഉയർച്ചയിലേക്ക് വരാൻ വേണ്ടിയിട്ട് യോഗികൾ വിശ്വാസപൂർവ്വം യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? യോഗികള് വിശ്വാസത്തോടു കൂടി കുറെ യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നേരിട്ടുള്ള ഭഗവത് സേവനമാണ് അവർ ചെയ്യുന്നത്. ഭഗവാനുമായി നേരിട്ട് കണക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ പോലെ ഇങ്ങനെ ഭൗതികമായി കണക്ട് ആയിട്ട് പിന്നെ ഭഗവാനെ തേടുന്നില്ല. ഭൗതികമായി കണക്ട് ആകുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? സങ്കടങ്ങളും ദുരിതങ്ങളും വരുന്നത്. കാരണം കിട്ടുന്നില്ല എന്ന് കണ്ടാൽ വിഷമമായി. എനിക്ക് താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? എനിക്കത് വേണ്ട, താല്പര്യമേ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വിഷമമേ ഇല്ല. ആലോചിച്ചു, ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടവും വിഷമായി. നമ്മൾ ആഗ്രഹിച്ചിട്ടുമില്ല, നമുക്ക് വേണ്ടേം താനും എന്നുള്ളൊരു മനോഭാവത്തിൽ വന്നാൽ എന്തായി? നമുക്കതൊരു മാറ്ററേ അല്ല.
നമ്മൾ ഫ്രീ ആണ് അല്ലെ. യോഗികളുടെ രീതി അതാണ്. അവരൊന്നും ആഗ്രഹിക്കുന്നില്ല, അവർക്കൊന്നും വേണ്ടേ വേണ്ട, താല്പര്യമേ ഇല്ല അവർക്ക്. അപ്പോൾ അവരെന്താ ചെയ്യണത്? ഭഗവാനുമായിട്ട് നേരിട്ട് കണക്ട് ആവുന്നതുകൊണ്ടാണ് അവർക്ക് ആ വിരക്തി സംഭവിക്കുന്നത്. അയ്യോ എനിക്ക് ഭഗവാനെ വേണം, എനിക്ക് വിരക്തി വേണം എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ചോറ് വേണ്ട, എനിക്ക് കഞ്ഞി വേണ്ട, എനിക്ക് കട്ടിൽ വേണ്ട, പായ വേണ്ട എന്നും പറഞ്ഞിട്ട് ഭഗവാനെ എനിക്ക് അങ്ങേ മതി അങ്ങേ മതി എന്ന് പറഞ്ഞാൽ അതൊരു തരം ആഗ്രഹമാണ്. എന്നാൽ ആ ആഗ്രഹം കൊണ്ട് ഭഗവാനെ കിട്ടൂല, അത് വേസ്റ്റാണ്. മനസ്സാലെ നമ്മൾ ഉപേക്ഷിക്കണം. ഭഗവാനെ എനിക്ക് ആഗ്രഹമുണ്ട് ഭഗവാനെ കിട്ടണമെന്ന്. ഭഗവാൻ തീരുമാനിക്കണം ഭഗവാൻ എന്നെ വേണമെന്ന്. എനിക്ക് ഭഗവാനെ കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇതെല്ലാം ഉപേക്ഷിച്ചു. ഇതിലൊന്നും എനിക്ക് ഒരു താല്പര്യവുമില്ല. എന്നാൽ ഭഗവാൻ തീരുമാനിക്കട്ടെ അവിടത്തേക്ക് എന്നെ വേണമെന്ന്. ആ രീതിയിൽ നമ്മൾ വിട്ടുകൊടുക്കണം. യോഗികൾ അങ്ങനെയാ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക? ഓ എനിക്കതൊന്നും വേണ്ട, എനിക്ക് എന്റെ ഭഗവാനെ മതി, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് ഇത് ഉപേക്ഷിക്കരുത്. ഇതാണ് എനിക്ക് ഭഗവാനിലേക്ക് അടുക്കാനുള്ള തടസ്സം എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടെ നമ്മൾ സുഖങ്ങൾ ഉപേക്ഷിക്കണം. ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാനുള്ളതിന് തടസ്സമായി നിൽക്കുന്നത് ഇതൊക്കെയാണ് എന്ന ബോധ്യം, ആ ബോധ്യത്തോടെ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ കിട്ടും. നേരിട്ടുള്ള ഭഗവത് സേവനമായതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കൃഷ്ണാവബോധം. എല്ലാ യജ്ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കൃഷ്ണാവബോധം. യജ്ഞങ്ങൾ ചെയ്ത് ഓരോരോ വഴികളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് കൃഷ്ണനിലേക്ക് എത്തുന്നു. പക്ഷെ കൃഷ്ണാവബോധം ഈ വഴികളൊന്നും എൻ്റെ മുന്നിലൊരു മാറ്ററേ അല്ല, എനിക്കെൻ്റെ ഭഗവാൻ ഹരേ കൃഷ്ണ ആ ഭാവത്തിൽ നമ്മൾ പോവുകയാണെങ്കിൽ അത് കൃഷ്ണാവബോധം. ആ കൃഷ്ണാവബോധം എന്തായി? ഭഗവാനുമായി നേരിട്ട് കണക്ഷനായി. അപ്പോൾ നമ്മൾക്ക് എന്താവും? പയ്യെ 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 നമ്മൾ എല്ലാത്തിൽ നിന്നും പിന്മാറും. എല്ലാ ബന്ധങ്ങളിൽ നിന്നും പിന്മാറും, എല്ലാ സുഖങ്ങളിൽ നിന്നും പിന്മാറും, എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും പിന്മാറും. ഒറ്റയടിക്ക് നമുക്ക് കൂടും കുടുക്കെ ഉപേക്ഷിച്ചോടാൻ പറ്റൂലല്ലോ. പയ്യെ 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 നമ്മൾ കൃഷ്ണനുമായി കണക്റ്റായി കൃഷ്ണാവബോധത്തിലേക്ക് എത്തും. മുമ്പിൽ കുറച്ച് യജ്ഞങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ. യജ്ഞങ്ങൾ കൊണ്ട് സിദ്ധിക്കാത്ത ഈ ഒരു അവസ്ഥ കൃഷ്ണന്റെയോ കൃഷ്ണ ഭക്തരുടെയോ കാരുണ്യം കൊണ്ട് മാത്രമേ ലഭിക്കൂ. ഒരു നല്ല കൃഷ്ണ ഭക്തരെ കാണുക, അല്ലെങ്കിൽ കൃഷ്ണന്റെ കാരുണ്യം നേടുക, അതുകൊണ്ടൊക്കെ നമുക്ക് ഭഗവാനുമായിട്ട് നല്ലൊരു ആത്മബന്ധവും കൃഷ്ണാവബോധവും കിട്ടും. കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യമാണ്. അത്രത്തോളം ദിവ്യമായ ഒരു സംഭവം വേറൊന്നുമില്ല. ഇപ്പൊ ഒരു ഏകമുഖ രുദ്രാക്ഷം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും? എൻ്റെ കയ്യിൽ ഒരു ഏകമുഖ രുദ്രാക്ഷം ഉണ്ട്. ആ ദിവ്യത്വമുള്ള ഏകമുഖ രുദ്രാക്ഷം ഞാൻ ഈ മഞ്ജരീസ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും കൊടുക്കാൻ ഇഷ്ടപ്പെടാം. ആരാണോ ആദ്യം മെസ്സേജ് ഇടുന്നത് അവർക്ക് തരും. എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഞാനത് തരും. അപ്പൊ ആ ഏകമുഖ രുദ്രാക്ഷം ആർക്ക് വേണം? ആർക്കാണ് വേണ്ടത്? ഭയങ്കര സിദ്ധിയുള്ള ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ആർക്കാണ് ആ ഏകമുഖ രുദ്രാക്ഷം വേണ്ടത്? ആദ്യം മെസ്സേജ് ഇടുന്ന ഒരാൾക്ക് ഞാനത് തരും. ശ്രീകുമാരി മാതാജി പറഞ്ഞു എനിക്ക് വേണമെന്ന്. ശ്രീകണ്ഠൻ പ്രഭു പറഞ്ഞു എനിക്ക് വേണമെന്ന്. രാജി മാതാജി ചോദിക്കണം ഉപയോഗിക്കാമോ എന്ന്. എൻ്റെ കയ്യിലെ ഏകമുഖ രുദ്രാക്ഷം ഇല്ല, പക്ഷെ കൃഷ്ണാവബോധം ഉണ്ട്. ആഹാ അമറേ, കൃഷ്ണാവബോധം ഉണ്ട്. ഈ ഏകമുഖ രുദ്രാക്ഷത്തെക്കാൾ വലുതാണ് കൃഷ്ണാവബോധം. മനസ്സിലായില്ലേ? എന്താണ്? ഈ ഏകമുഖ രുദ്രാക്ഷത്തെക്കാൾ വലുതാണ് കൃഷ്ണാവബോധം. ആ ഏകമുഖ രുദ്രാക്ഷം എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചു? ഞാൻ എന്നേലും ഹരിദ്വാറിൽ പോട്ടെ, പോകുമ്പോൾ ഞാൻ മേടിച്ചുകൊണ്ട് വരാം എല്ലാവർക്കും കേട്ടോ. ഈ പറഞ്ഞ എല്ലാവർക്കും മേടിച്ചിട്ട് വരാം. ഹരിദ്വാറിൽ എനിക്ക് അറിയുന്ന ഒരു ചേട്ടനുണ്ട്, ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്യട്ടെ, ഞാൻ നോക്കട്ടെ. കാരണം പലയിടത്തും കിട്ടും, അതൊന്നും ഒറിജിനൽ ആയിക്കോണമെന്നില്ല. ഞാൻ അവരെ വിളിച്ചു നോക്കട്ടെ. ഒരാഗ്രഹമല്ലേ നിങ്ങളുടെ, നമുക്ക് നോക്കാം. അവരോട് ചോദിച്ചു നോക്കട്ടെ, അത് കിട്ടുമെന്ന് ചോദിച്ചു നോക്കട്ടെ. കിട്ടുമ്പോൾ അത് മേടിച്ചുകൊണ്ട് തരാം കേട്ടോ. നിങ്ങളുടെ ആ ഒരു ആവശ്യം ഞാൻ തിരസ്കരിക്കുന്നില്ല. അപ്പൊ ഈ ഏകമുഖ രുദ്രാക്ഷം എന്ന് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം വന്നു. കാരണം എന്താ? അത് മഹാദേവന്റെ ഭയങ്കരമായിരിക്കുന്ന പവിത്രമായിരിക്കുന്ന സംഭവമാണ്. രുദ്രാക്ഷം എന്ന് പറഞ്ഞാൽ മഹാദേവന്റെ കണ്ണുനീരാണ്. മനസ്സിലായില്ലേ? അതാണ് രുദ്രാക്ഷ കായകളായി വന്നിരിക്കുന്നത്. അത് ഞാൻ ശിവപുരാണം എടുത്തരുമ്പോഴൊക്കെ പഠിപ്പിച്ചുതരാം എന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ആ ഏകമുഖ രുദ്രാക്ഷത്തിന്റെ പവിത്രതയും ആ ഏകമുഖ രുദ്രാക്ഷത്തിന്റെ വാല്യൂം അറിയുന്നത് കൊണ്ടാണ് നമുക്ക് അതിനോടൊരു ആസക്തി വന്നത്. കറക്റ്റ്? അപ്പൊ ഈ ഏകമുഖ രുദ്രാക്ഷത്തെക്കാൾ ദിവ്യമാണ് എന്ത്? കൃഷ്ണാവബോധം. അപ്പൊ ആ കൃഷ്ണാവബോധം ആർക്കൊക്കെ വേണം? അതെനിക്കിങ്ങനെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് തരാൻ പറ്റില്ല, ഇങ്ങനെ വാക്കുകളിലൂടെ തരാൻ പറ്റും.
അതെത്ര വേണേലും തന്നുകൊണ്ടിരിക്കുകയാണ്, സ്വീകരിച്ചോളൂ. ആ കൃഷ്ണാവബോധം എന്നിൽ നിന്ന് നിങ്ങളിലേക്കും നിങ്ങളിൽ നിന്ന് എന്നിലേക്കും വരുമ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. ക്ലിയർ? അപ്പൊ ദിവ്യമായിരിക്കുന്ന നേപ്പാളിൽ ഒറിജിനൽ കിട്ടും. അപ്പൊ എൻ്റെ ഫ്രണ്ട് നീമ ചോട്ടി ഷെർപ്പ നേപ്പാളിലാണ് എൻ്റെ ക്ലാസ്മേറ്റ്. ഞാൻ അവനെ വിളിക്കാം. എവിടെയാടാ ഉള്ളതെന്ന് ചോദിക്കട്ടെ. ഓക്കെ. അപ്പൊ ആ ഏകമുഖ രുദ്രാക്ഷത്തെക്കാൾ വലുതാണ് എന്ത്? കൃഷ്ണാവബോധം. അപ്പൊ ഈ ദിവ്യമായിരിക്കുന്ന കൃഷ്ണാവബോധത്തിനോട് നമുക്കൊരാസക്തി ഉണ്ടാവണം, എങ്കിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും. അപ്പൊ എല്ലാവരും ചോദിക്കും, മാതാജി എന്താണ് മാതാജി ഏകാദശി എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ജപിച്ചിട്ടും ഒന്നും ദുഃഖങ്ങൾ തീരുന്നില്ലല്ലോ, എന്തൊരു കഷ്ടം അത്, കൃഷ്ണൻ എന്നെ പരീക്ഷിക്കുകയാണോ? അല്ല, കൃഷ്ണൻ ഇങ്ങനെ നമ്മളിൽ നിന്ന് നമ്മൾ പ്രിയപ്പെട്ടത് അത് ഇത് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചതെല്ലാം കൃഷ്ണൻ ഒഴിവാക്കാണ്. ഇതൊന്നല്ല വലുത്, വലുത് ഞാനാണ് എന്ന ബോധ്യം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലായില്ലേ? ആ ഒരു ഉത്തമമായ ബോധ്യം നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് കൃഷ്ണൻ. അങ്ങനെ നഷ്ടപ്പെടുത്തി 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 കുടുംബക്കാർക്കും വേണ്ട, കൂട്ടക്കാർക്കും വേണ്ട, ആർക്കും വേണ്ടാതെ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ ഏകയായി നീലാംബരം എന്ന് പറഞ്ഞ പോലെ നിന്നാൽ ഭഗവാൻ അവിടെ വരും. ഭഗവാൻ അദ്ദേഹത്തിന്റെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുമ്പോൾ യഥാർത്ഥ ജീവിതം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. ആരുമില്ലെങ്കിലും കൃഷ്ണ നീ എനിക്ക് തുണയുണ്ട് ഭഗവാനെ എന്ന് നമ്മള് നാവിൽ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ആ സത്യം ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഭഗവാൻ വരുന്നത് നമ്മുടെ പരിശുദ്ധമായിരിക്കുന്ന നിർമ്മലമായിരിക്കുന്ന കളങ്കമില്ലാത്ത ഹൃദയത്തിലേക്ക് ഭഗവാൻ വരും. അല്ലാതെ കുറേ കാര്യങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു എന്താ പറയുക ഡസ്റ്റ്ബിൻ പോലത്തെ ഹൃദയത്തിലേക്ക് ഭഗവാൻ വരൂല. ഒന്നുമില്ല എങ്കിൽ ആ സ്ഥാനത്ത് ഭഗവാൻ വരും. എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ ഭഗവാൻ വരൂല. അപ്പോൾ നമ്മളിൽ നിന്ന് ഭഗവാൻ ഇങ്ങനെ ഓരോന്ന് ഒഴിവാക്കി 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 ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പൊ നമുക്കത് ഒഴിവായി പോകുമ്പോൾ നഷ്ടങ്ങള്, വിഷമങ്ങള്, ആഗ്രഹങ്ങൾ നടക്കാതെ പോയ സങ്കടങ്ങള് എല്ലാം കൂടി നമ്മൾ അവസാനം ഒരു പൊട്ടിത്തെറിയുണ്ട്. പിന്നെ ഒരു തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവെന്ന് പറയുന്നത്. അതിനാണ് ഭഗവാൻ എല്ലാം നമ്മളിൽ നിന്ന് മാറ്റുന്നത്. കാരണം എന്താ? ഈ മാറിപ്പോയതൊന്നും സ്ഥിരമല്ല. ഞാൻ വന്നതിന് ശേഷം നിനക്ക് എന്തെല്ലാം ലഭിക്കുന്നുവോ അതാണ് സ്ഥിരം എന്ന് ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഭഗവാൻ നേരിട്ട് നമുക്ക് തരുന്ന കാര്യങ്ങൾ മതി നമുക്ക്. ക്ലിയർ? ഇവിടെ നെറ്റിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. മഞ്ജരീസിന്റെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഇങ്ങനെ നമ്പറൊക്കെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. ക്ലാസ് കഴിഞ്ഞിട്ട് വേണം അതെല്ലാം വിളിക്കാൻ. പിന്നെന്താ പറയുന്നത്? അഭാനേ ജുഹദ്വി പ്രാണം പ്രാണേ പാനം തഥാപരേ പ്രാണപാനഗതി രുദ്ധ്വാ പ്രാണായാമ പരായണ അപരേ നിയതാഹാര പ്രാണാൻ പ്രാണേഷു ജൂഹതി എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസചലനത്തെ നമ്മൾ ശ്വസിക്കുമ്പോൾ ഈ ഒരു ചലനം, ഈ ഒരു ഇളക്കം, അപ്പൊ ഈ ശ്വാസചലനത്തെ ഉച്ഛ്വാസത്തിലും അതുപോലെ ഉച്ഛ്വാസചലനത്തെ ശ്വാസത്തിലും അർപ്പിച്ചുകൊണ്ട് നമ്മൾ ശ്വസിക്കുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നതിലും പുറത്തേക്ക് വിടുന്നതിലും നമ്മൾ അർപ്പിച്ചുകൊണ്ട് ശ്വാസനിരോധം ചെയ്ത് സമാധിയിൽ വർദ്ധിക്കുവാൻ താല്പര്യമുള്ള ചില വ്യക്തികളുണ്ട്. എന്താണ്? അവര് ആ ശ്വസനത്തെ എല്ലാം നിയന്ത്രിച്ച് പിടിച്ചിങ്ങനെ ഇരിക്കും. അതിനെയാണ് സമാധി എന്ന് പറയുന്നത്. അല്ലാതെ മരിച്ചിട്ട് കൊണ്ടേ കുഴിയിലിരുത്തുന്നതിന് സമാധിയല്ല. അതൊരു സമാധി, ഇത് വേറൊരു സമാധി. അപ്പൊ അവരിങ്ങനെ സമാധിയിലിരിക്കും, ഒന്നും അറിയുന്നില്ല. അവര് കംപ്ലീറ്റും ഡിസ്കണക്റ്റഡ് ആയി, ഒന്നിനെ കുറിച്ചും അവർക്കൊന്നും അറിയില്ല. അങ്ങനെ ഡിസ്കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥയെ സമാധി എന്ന് പറയും. അപ്പോ അങ്ങനെ സമാധിയിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലെ. അവർ ശ്വാസത്തെ പൂർണ്ണമായി നിർത്തിയിട്ട് കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ട് അവസാനം സമാധിസ്ഥരാകുന്നു. മറ്റു ചിലർ ആഹാര നിരോധനത്താൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു. ചില വ്യക്തികൾ ശ്വാസത്തെ കൺട്രോൾ ചെയ്ത് പിടിച്ച് ഇന്നത്തെ കാലത്തൊന്നും അങ്ങനത്തെ ആൾക്കാരില്ല. അതൊക്കെ വെറുതെയാണ്. ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കലിയുഗമായത് അതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ ശ്വാസത്തെ എല്ലാം കൺട്രോൾ ചെയ്ത് പിടിച്ച് അവരിങ്ങനെ സമാധി അവസ്ഥയിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ആര് വന്നു, എന്ത് വന്നു, ഏത് വന്നു എന്നൊന്നും അവരറിയില്ല. ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ അവരിങ്ങനെ കടന്നു പോകും. അപ്പൊ അതിലെന്താ ഉണ്ടാവണത്? ചില ആൾക്കാർ ആഹാരം അങ്ങ് നിരോധിച്ചു കളയും. ഭക്ഷണമേ വേണ്ട എന്നുള്ള അവസ്ഥയിൽ അങ്ങോട്ട് നിരോധനം നടത്തും. ആ നിരോധനത്തിൽ ഉച്ഛ്വാസത്തെ അതിൽ തന്നെ ഹോമിക്കുന്നു. അവരുടെ വിശപ്പും കാര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ആ ആഗ്രഹത്തിന്റെ കൂടെ അങ്ങ് അവർ ഒഴിവാക്കും. ശ്വാസോച്ഛ്വാസ നിയന്ത്രണത്തിനായുള്ള ഈ യോഗ പ്രക്രിയ
ശ്വാസത്തെ നിയന്ത്രിക്കാനുള്ള ഈ ഒരു യോഗ പ്രക്രിയ, അതായത് നമ്മൾ ഈ പ്രവർത്തനത്തെ പ്രാണായാമം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ശ്വാസത്തെ നിയന്ത്രിക്കുന്ന ഈ യോഗയെ പറയുന്ന പേരെന്താണ്? പ്രാണായാമം. ഇനി ആർക്കും പ്രാണായാമം എന്താണെന്ന് അറിയരുത് കേട്ടോ. ഒറ്റ വാക്കിൽ ചോദിച്ചാൽ പറയണം എന്താണ് പ്രാണായാമം എന്ന് വെച്ചാൽ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിച്ച് സമാധിയാവുന്ന അവസ്ഥയിലോട്ട് കടന്നു പോകുന്ന അവസ്ഥയെ പ്രാണായാമം എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ഹഠയോഗ പദ്ധതി പ്രകാരം, ഹഠയോഗ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് പല പല സിദ്ധികൾക്ക് വേണ്ടിയിട്ട് ഭഗവാനിൽ തന്നെ ലയിക്കാനുള്ള, ഏകാഗ്രമായിരിക്കുന്ന മനസ്സോടുകൂടി ഭഗവാനിൽ ലയിക്കാനുള്ള ഒരു യോഗം. അങ്ങനെ ചെയ്യുന്ന ഒരു യോഗ പദ്ധതിയെ ഹഠയോഗം അല്ലെങ്കിൽ അഷ്ടാംഗ യോഗത്തിലൂടെ നമുക്കത് സാധിക്കും. അപ്പൊ ഇവിടെ പ്രാണായാമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ എല്ലാം നിയന്ത്രിച്ച് ഭഗവാനെ മാത്രം അറിയുന്ന ഒരവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രാണായാമം എന്ന് പറയുന്നത്. ഈ പ്രാണായാമത്തെ തുടക്കത്തിൽ ഹഠയോഗ പദ്ധതിയില് വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് ആസനങ്ങളുണ്ട്. ഈ ഹഠയോഗ പദ്ധതി പ്രകാരം ഒരുപാട് ആസനങ്ങളിലൂടെയാണ് ഇത് നമ്മൾ ശീലിക്കുന്നത്. മനസ്സിലായില്ലേ? ഹഠയോഗ പദ്ധതി പ്രകാരം ഒരുപാട് ആസനങ്ങളിലൂടെയാണ് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ആത്മസാക്ഷാത്കാരം കിട്ടാൻ വേണ്ടി, ഇന്ദ്രിയങ്ങളെയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി ആണ് നമുക്ക് ഈ പ്രക്രിയകളെല്ലാം പഠിപ്പിച്ചു തരുന്നത്. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കണം, അതുപോലെ തന്നെ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിൽ ഉയരണം. അതിനുവേണ്ടിയാണ് ഇങ്ങനെയുള്ള യോഗ പദ്ധതികളെല്ലാം നമുക്ക് തരുന്നോണ്ടിരിക്കുന്നത്. ക്ലിയർ? ശരീരത്തിലുള്ള നമ്മുടെ വായുവിനെ എല്ലാം നിയന്ത്രിച്ച് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന വായുവിനെ ഇങ്ങനെ കയറ്റി, ഇങ്ങനെ വരുന്നതിനെ ഇങ്ങനെ കയറ്റി, കുറെ പദ്ധതികളുണ്ട്. അത് യോഗ ക്ലാസ് എടുക്കുമ്പോഴേ മനസ്സിലാവും. യോഗ നമുക്ക് ചെയ്ത് കാണിച്ചൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം യോഗയിലൊന്നും എനിക്ക് അത്രയ്ക്ക് അറിവില്ല. പക്ഷെ ശ്രീല പ്രഭുപാജിയുടെ പുസ്തകത്തിലൂടെ നമുക്ക് വിവരണങ്ങളായിട്ട് കുറച്ച് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള യോഗ പദ്ധതികൾ പ്രകാരം, ഹഠയോഗ പദ്ധതിയിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിക്കാൻ പറ്റും, വായുവിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെ ആ വായുവിനെ നിയന്ത്രിക്കുന്നത് വഴിയാണ് നമുക്ക് പല പല അസുഖങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? യോഗ ചെയ്തിട്ട് അത് മാറിക്കിട്ടി ഇത് മാറിക്കിട്ടി എന്നൊക്കെ പറയുന്നില്ലേ? അപ്പം വായുവിനെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് മോചനമൊക്കെ ലഭിക്കുന്നത്. ശരീരത്തിലെ വായുവിനെ നിയന്ത്രിച്ച് അതിനെ വേറെ വഴിക്ക് തിരിച്ചുവിട്ട് നമുക്കൊരു റിലാക്സേഷൻ, ഒരു സന്തോഷം, നമുക്കൊരു എന്താ പറയാ, പൊട്ടിത്തെറികളൊന്നുമില്ലാത്ത ഈ അവസ്ഥ അത് നമുക്ക് കിട്ടും യോഗയിലൂടെ. ഓക്കെ, അപാനവായു താഴോട്ട് പോകുന്നുണ്ട്, പ്രാണവായു മേലോട്ട് ഉയരുന്നുണ്ട്. അങ്ങനെ അപാനവായു താഴേക്കും പോവും, പ്രാണവായു മേലോട്ട് ഉയരുന്നുണ്ട് അല്ലെ? പ്രാണായാമ യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ ദിശകളിൽ ശ്വാസത്തെ സഞ്ചരിപ്പിക്കുന്നു. അതായത് അപാനവായു താഴേക്ക് പോകുന്നതിന് പകരം മേലോട്ടെടുക്കും, പ്രാണവായു മേലോട്ട് പോകുന്നതിനും പകരം താഴേക്ക് എടുക്കും. ഇതൊക്കെ ഭയങ്കര സംഭവബഹുലമായ കാര്യമാണ്, ചെറിയ കാര്യമല്ല. അപ്പൊ ഇതൊക്കെ എതിർ ദിശകളിൽ ശ്വാസത്തെ സഞ്ചരിപ്പിക്കാനൊക്കെ സാധിക്കും. അതുപോലെ രണ്ട് രീതിയിലും രണ്ട് വായുവിനെയും ഒരേപോലെ നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ ശ്വാസം എടുക്കാനും പോകുന്നതും ഒക്കെ എന്താ പറയാ, രേചകം എന്നാണ് പറയാ. ആ ഒരു ഉച്ഛ്വാസം ശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പം ആ ഒരു അവസ്ഥയെ പറയുന്ന പേരാണ് രേചകം. മനസ്സിലായില്ലേ? പിന്നെന്താ പറയുന്നത്? വായു പ്രവാഹങ്ങൾ, വായു പോകുന്നതും വരുന്നതും, ആ ഒരു യാത്ര ചെയ്യുന്ന വായുവിന്റെ ആ ഒരു ഇതുണ്ടല്ലോ. പണ്ട് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ, കെമിസ്ട്രിയാണോ ഫിസിക്സ് ഇതിലോ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ കറണ്ട് പാസ് ചെയ്യുന്നത്, അതുപോലെ കാറ്റിന്റെ ദിശയൊക്കെ ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് നമ്മൾ പഠിച്ചത് ഓർക്കുന്നില്ലേ? അപ്പൊ അതിനെയാണ് വായു പ്രവാഹങ്ങൾ, അങ്ങനെയാണ് അത് കാണിക്കുക. അങ്ങനെ രണ്ടും സ്തംഭിച്ചു കഴിഞ്ഞാൽ, അതായത് ആ മേലോട്ടുള്ള വായുവും താഴേക്കുള്ള വായുവും രണ്ടും അങ്ങോട്ട് സ്തംഭിച്ചു കഴിഞ്ഞാൽ ആത്മക യോഗം എന്ന് പറയും. എന്താണ് ആത്മകയോഗം? അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതൊക്കെ വലിയ സംഭവബഹുലമായ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കിങ്ങനെ പറഞ്ഞു പോവാം. അന്നേരം ഈ ആത്മകയോഗം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാന്നറിയോ? ആ ഒരു ആത്മകയോഗം പരിശീലിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആത്മസാക്ഷാത്കാര പൂർണ്ണതയ്ക്ക് വേണ്ടി നമുക്ക് ജീവിതത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ സാധിക്കും. നമ്മൾ പറയാറില്ലേ, ചില യോഗ ചെയ്യുന്ന ഒരാളില്ലേ 110 വയസ്സിൽ പ്രധാനമന്ത്രിയോട് യോഗ ചെയ്തിട്ട് വലിയൊരു ചെന്നൈയിൽ മഴ വരും തോന്നുന്നുണ്ട്.
അപ്പോൾ 110 വയസ്സുള്ള ഒരാള് ഇത് വായി എന്ന് പറഞ്ഞില്ലേ. അപ്പം അതെ 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 പഞ്ച പ്രാണവായുവിനെ ഘടയോഗ പദ്ധതി അല്ല ഹഠയോഗ പദ്ധതിയിലൂടെ കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാവും. തീർച്ചയായിട്ടും സാധ്യമാവും. അതപ്പോൾ ഇവിടെ ഗീതയിൽ പറഞ്ഞത് സാധ്യമാവും. അതിനുവേണ്ടിയാണ് നമ്മൾ അതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയണേന്നറിയോ, ഈ ആത്മകയോഗം ഉണ്ടല്ലോ, അതും കുംഭകയോഗം, ഇതും കൂടെ പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക, ജീവിതത്തിന്റെ ദൈർഘ്യം കൂട്ടാൻ സാധിക്കും. അതായത് ആയുസ് കൂട്ടാൻ സാധിക്കും. ആയുസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് വീണ്ടും 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 ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. ബുദ്ധിയുള്ള ഒരു യോഗി എന്തെന്നറിയോ, അടുത്ത ജന്മത്തിന് വേണ്ടി കാത്തിരിക്കൂല. ആ യോഗി ഇങ്ങനെയുള്ള യോഗ പദ്ധതികളെല്ലാം പ്രാക്ടീസ് ചെയ്ത് ഇനിയൊരു ജന്മം കൂടി കിട്ടി ഭഗവാനെ കൂടുതൽ അറിയാം എന്നൊന്നും ആ യോഗി ചിന്തിക്കില്ല. ഇങ്ങനെയുള്ള ആത്മകയോഗവും അതുപോലെ കുംഭകയോഗവും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് അങ്ങോട്ട് കൂട്ടിയിട്ട് ഈ ജന്മത്ത് തന്നെ ആത്മസാക്ഷാത്കാരം ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെയാണ് ബുദ്ധിയുള്ള വ്യക്തികൾ ചെയ്യാറ്. കുംഭകയോഗം എന്ന് പറയുന്ന ഒരു യോഗമുണ്ട്. അത് പരിശീലിച്ചു കഴിഞ്ഞാല് ആ യോഗി എന്ത് ചെയ്യും, ജീവിതത്തിന്റെ ദൈർഘ്യം ഒരുപാട് വർഷങ്ങളാക്കുന്ന പറയണത്. ഒത്തിരി വർഷങ്ങളാണ്, ആയുസാണ് വർദ്ധിക്കുന്നത്. അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. കൃഷ്ണാവബോധം വന്ന ഒരാൾ എന്താ ചെയ്യാന്നറിയോ, എപ്പോഴും അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഇങ്ങനെ മുഴുകും. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരെന്താ ചെയ്യുക, കൃഷ്ണാവബോധത്തിൽ അങ്ങ് മുഴുകും. കൃഷ്ണാവബോധത്തിൽ മുഴുകിക്കഴിഞ്ഞാല്, അതായത് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞുതരാം നിങ്ങൾക്ക്, ഈ യോഗ പദ്ധതികളെല്ലാം ചെയ്ത് ആയുസ്സെല്ലാം നീട്ടിയെടുത്ത് കുറെ വർഷങ്ങൾ ഭൂമിയിൽ ജീവിച്ച് ആത്മസാക്ഷാത്കാരം നേടുന്ന ഒരു വിഭാഗം വ്യക്തികൾ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. അപ്പോ അതീന്ദ്രിയ ഭഗവത് സേവനത്തിൽ, അതായത് ഭഗവാനെ നേദ്യം വയ്ക്കുക, ഭഗവാനെ ഹാരമണിയ, ഭഗവാന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക, ജപിക്കുക, നമ്മുടെ വ്രതങ്ങൾ എടുക്കുക, വായിക്കുക, ശ്രവിക്കുക, ക്ലാസ്സുകൾ കേൾക്കുക, പ്രചരണം ചെയ്യുക, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് കൃഷ്ണാവബോധ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് എന്താ സാധിക്കുക, ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പറ്റും. കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിക്ക് ഇന്ദ്രിയങ്ങളെ എളുപ്പം നിയന്ത്രിക്കാൻ പറ്റും. ഹഠയോഗവും അഷ്ടാംഗയോഗവും കുംഭകയോഗവും ഒക്കെ ചെയ്യുന്ന വ്യക്തി ആയുസൊക്കെ കൂട്ടിയിട്ടായിരിക്കും ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. രണ്ടും രണ്ടാണ്. അതായത് ഒരു സ്ഥലത്തേക്ക് ട്രെയിനിൽ പോകുന്ന വ്യക്തികൾ എന്താ പറയുക, ട്രെയിനിൽ പോകാൻ 16 മണിക്കൂർ എടുക്കെങ്കിൽ ആ വ്യക്തി ഇങ്ങനെയുള്ള യോഗ പദ്ധതികൾ ചെയ്യുന്ന വ്യക്തി 16 മണിക്കൂർ കൊണ്ടാണ് അവിടെ എത്തുന്നത്. ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ 16 മണിക്കൂർ എന്നുള്ള ചുരുങ്ങിയിട്ട് 1 മണിക്കൂർ 25 മിനിറ്റ് കൊണ്ട് ആ വ്യക്തി അവിടെ എത്തും. അവരെയാണ് കൃഷ്ണാവബോധ പ്രവർത്തകർ എന്ന് പറയുന്നത്. കൃഷ്ണാവബോധം കൊണ്ട് പെട്ടെന്ന് കാര്യം സാധിക്കും. യോഗ പദ്ധതികൾ കൊണ്ട് കുറച്ച് സമയമെടുത്ത് കാര്യം സാധിക്കും. മനസ്സിലായില്ലേ? എല്ലായ്പ്പോഴും കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ ഇന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും മറ്റു കർമ്മങ്ങളിൽ പോകാൻ പറ്റൂല. അവരെപ്പോഴും ഭഗവാന്റെ കർമ്മങ്ങളിലേ നിൽക്കത്തുള്ളൂ. ക്ലിയർ? അവരെപ്പോഴും ഭഗവാനുമായി കണക്ട് ആയിരിക്കും. അവർ മറ്റു കർമ്മങ്ങളിലേക്ക് പോകാൻ അവർക്ക് സമയമില്ല, അവർക്ക് ചിന്തയിലേക്ക് വരൂല. അതുകൊണ്ട് ജീവിതത്തിന്റെ അവസാന സമയം വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അതീന്ദ്രിയ തലത്തിൽ ഭഗവാന്റെ ആ ഒരു വലിയ ഉയർന്ന തലത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേരും. കൃഷ്ണാവബോധത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തി അതീന്ദ്രിയ തലത്തിലേക്ക് എത്തിച്ചേരും. ആ അവസ്ഥയിൽ അദ്ദേഹം എന്ത് ചെയ്യും, ഈ ഒരു ഇഹലോക ജീവിതം കുറേ നീട്ടി വലിച്ച് ആത്മസാക്ഷാത്കാരം നേടണം എന്നുള്ള ആഗ്രഹമൊന്നും ആ വ്യക്തി ആഗ്രഹിക്കൂല. ഒരാള് ഞാൻ ട്രെയിനിൽ കയറി 16 മണിക്കൂർ യാത്ര ചെയ്തിട്ട് പോകണം എന്ന് ആഗ്രഹിക്കില്ല. വേണ്ട, ഫ്ലൈറ്റിൽ പോയിട്ട് നേരത്തെ എത്താം. അതായത് കൃഷ്ണാവബോധത്തിലൂടെ നേരത്തെ കാര്യങ്ങൾ നേടിയെടുക്കാം. ഹഠയോഗവും അഷ്ടാംഗയോഗവും കർമ്മയോഗവും ഒക്കെ ചെയ്തിട്ട് 150-200 കൊല്ലം ജീവിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്നങ്ങോട്ട് മനസ്സിലാക്കും. ഓക്കെ, ഭഗവത്ഗീതയിൽ പറയുന്നു, എന്താ പറയുന്നത്, മാംചയോ വ്യഭിചാരണേ ഭക്തിയോഗേന സേവതാ സഗുണാൻ സമിതീതൈതാൻ ബ്രഹ്മഭൂപായ കൽപ്പതേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള കലർപ്പുമില്ല, സംശയങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, ആസക്തികളില്ല, ഒന്നുമില്ല. എൻ്റെ ഭഗവാൻ എനിക്ക് തന്നാലും കുഴപ്പമില്ല, തന്നില്ലേലും കുഴപ്പമില്ല. എൻ്റെ കടമയാണ് എൻ്റെ ഭഗവാനെ സേവിക്കുക എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കണം. ഭഗവാനെ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ മാറ്റണേ ഭഗവാനെ, അങ്ങനെയുള്ള ചിന്തയൊന്നും വേണ്ട. ഭഗവാനെ അങ്ങ് മാറ്റിയാലും കുഴപ്പമില്ല, മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങേ സേവിക്കുക, അതിന് അവസരം തരിക, അത്രയും മതി. അങ്ങേ സേവിക്കാനുള്ള അവസരം എനിക്ക് തരും, എന്നും അങ്ങേ സേവിക്കാനുള്ള അവസരം തരും. ഇതാണ് ഭഗവാനോടുള്ള നമ്മുടെ പ്രാർത്ഥന. അപ്പൊ അങ്ങനെ സേവനത്തിൽ, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്ന ഒരാള് പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെയുള്ള ഗുണങ്ങളെല്ലാം ഒഴിവാക്കി പെട്ടെന്ന് ആത്മീയ തലത്തിലേക്ക് എത്തിച്ചേരും. ആ വ്യക്തികൾക്ക് ഒന്നിന്റെ ആവശ്യമില്ല. ഭഗവാൻ എല്ലാം ഇങ്ങനെ അവർക്ക് ഇങ്ങനെ
സ്ലീപ്പിംഗ് പിൽസ് പോലെ കൊടുത്തുകൊണ്ടേയിരിക്കും. ആത്മീയ ഉന്നതിയിലേക്ക് ഭഗവാൻ പെട്ടെന്ന് കൊണ്ടുവരും. കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിയുടെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതീന്ദ്രതയിൽ നിന്നാണ്. അതീന്ദ്രിയതയിൽ നിന്ന് ഭഗവാൻ അതിന് തുടക്കമിടും. ഒന്നുമില്ലാത്ത ഒരു എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് ഭഗവാൻ എല്ലാം അങ്ങ് നൽകും നമുക്ക്. ഓക്കെ, അയാൾ എപ്പോഴും അവബോധത്തിൽ തന്നെ നിലകൊള്ളും. ആ വ്യക്തി എപ്പോഴും കൃഷ്ണനായിട്ടൊരു കണക്ഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്താലും പറഞ്ഞാലും വന്നാലും പോയാലും നോക്കിയാലും എല്ലാം അവർക്ക് കൃഷ്ണനായിട്ടൊരു കണക്റ്റഡാ. എപ്പോഴും ആ ഒരു ചിന്ത ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, കൃഷ്ണ 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 കൃഷ്ണ. ആ ചിന്തയിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ കഴിയില്ല. അതുകൊണ്ട് പതനത്തിന്റെ പ്രശ്നമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് എന്ത് സംഭവിച്ചാലും എങ്ങനെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ശരി, ആ മൈൻഡാ. കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും ശരി, ഐ ഡോണ്ട് കെയർ. ആ അവസ്ഥയിലാണ് അവര്. എന്തുണ്ട് എന്തില്ല അതേക്കുറിച്ച് അവർ ചിന്തിക്കേയില്ല. കാരണം എന്താ, എല്ലാത്തിനും മുകളിലുള്ള ദിവ്യമായിരിക്കുന്നത് അവരുടെ കയ്യിലുണ്ട്. എന്താണ്? കൃഷ്ണൻ. അതാണ് നമുക്കും വേണ്ടത്. അയാൾക്ക് അജീരണ ഭഗവത് സന്നിധി പോകുകയും ചെയ്യും. ആ വ്യക്തി കുറെ കഴിയുമ്പോൾ ഭഗവാന്റെ സന്നിധിയിലേക്കാണ് പോകാൻ പോണത്. കൃഷ്ണപ്രസാദം ഭഗവാൻ ആദ്യം നിവേദിച്ച ആഹാരം മാത്രം കഴിക്കുന്നത് കൊണ്ട് ആഹാര നിയന്ത്രണത്തിന്റെ ഫലം താനെ സിദ്ധിക്കുന്നു. ഭഗവാനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ആദ്യം കഴിയാൻ ഏറ്റവും നല്ല വഴി എന്താന്ന് ഞാൻ പറഞ്ഞിട്ടെ. ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, നിങ്ങളും ചെയ്തോളൂ. രാവിലെ ഉറങ്ങിണീറ്റ് കുളിച്ച് ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തുളസിയില വെച്ച് ഭഗവാന് വെച്ചു കൊടുക്കും. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങക്ക് ദേ നേരം വെളുത്തു, ഈ ജലം അവിടുന്ന് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വീകരിച്ച് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പം ആ ജലം നമ്മൾ അങ്ങോട്ട് കുടിക്കുക. ഞാനൊരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഭഗവാന് വെച്ചു കൊടുക്കും. ഭഗവാനെ അവിടുന്ന് സേവിച്ചോളൂ എന്ന് പറയും. ആ ബോട്ടിൽ വെള്ളം രാവിലെ ഉറങ്ങിണീറ്റുടനെ ഞാൻ ക്ലാസ്സിൽ പറയല്ലേ, എല്ലാവരും രാവിലെ ഉറങ്ങിണീറ്റ് 1 ലിറ്റർ വെള്ളം കുടിക്കണമെന്ന്. ആ വെള്ളം നമ്മൾ അങ്ങോട്ട് കുടിച്ചാൽ മതി, പിന്നെ നമുക്ക് വിശക്കൂല. പിന്നെ ഉച്ചയാകുമ്പോൾ ഭഗവാനെ നേദ്യം വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ ഭഗവാന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും പാലൊക്കെ രാവിലെ വെക്കും. അതൊന്നും കഴിക്കാനുള്ള വിശപ്പ് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ ഉച്ചയാകുമ്പോൾ ഭഗവാൻ ഉച്ചയ്ക്ക് ചോറും നേദ്യമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് കഴിക്കുമ്പം വയറങ്ങോട്ട് ഫുള്ളാവും, ഒരു രക്ഷയില്ല, പിന്നെ വിശക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് ഭഗവാന് വീണ്ടും എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കും, പക്ഷെ താല്പര്യം തോന്നില്ല, അത് വേണ്ട. അപ്പം അതെടുത്ത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, കളയാൻ പാടില്ല. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി ഭഗവാന് വീണ്ടും ഡിന്നറൊക്കെ കൊടുക്കുന്ന സമയത്ത് ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭഗവാൻ അതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ അതും എടുത്ത് കഴിച്ചാൽ പിന്നെ വിശപ്പ് അറിയേയില്ല. അങ്ങനെ നമ്മൾ പോയി 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 എന്തായി, ആഹാര നിയന്ത്രണം നമുക്ക് സാധിക്കും. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ആഹാരത്തിനോടുള്ള ആസക്തിയിൽ നിന്ന് പോലും ഭഗവാൻ നമ്മളെ പുറത്തു കൊണ്ടുവരും. ആഹാരം ചുരുക്കുന്നത് ഇന്ദ്രിയ സംയമനത്തിന് വളരെ സഹായകമാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമുക്ക് ഒരുപാട് സാധിക്കും ആഹാരം നിയന്ത്രിച്ചാൽ. ഭൗതിക ബന്ധങ്ങളിൽ നിന്നുള്ള ഒരു മോചനം ഇന്ദ്രിയ സംയമനമില്ലാതെ സാധിക്കില്ല. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ആവണമെങ്കിൽ ഭൗതികതയിൽ നിന്ന് ആദ്യം ഡിസ്കണക്ട് ആവണം. ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, നിയന്ത്രിക്കണമെങ്കിൽ ഈ ലോകത്തിൽ നിന്നൊന്ന് മോചനം ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇന്ദ്രിയങ്ങളെ ആദ്യം നിയന്ത്രിക്കണം. അപ്പൊ നമുക്ക് ഈ ലോകത്തിൽ നിന്നൊരു മോചനം കിട്ടും. ഹാപ്പി? അഞ്ചേ മുക്കാലായി, 4:20 തുടങ്ങിയതാ. 1 മണിക്കൂർ പോരെ? വിളക്കൊക്കെ വെക്കാൻ സമയമായില്ല എല്ലാവർക്കും? കുളിച്ച് ഫ്രഷായി ഭഗവാനെ പ്രാർത്ഥിച്ച് സ്വസ്ഥമായിട്ട് പോയി വിളക്ക് വെച്ച് ഭഗവാനോട് ഇന്ദ്രിയ നിയന്ത്രണത്തിന് അപേക്ഷിക്കൂ. മാക്സിമം ലൈവ് ഷെയർ ചെയ്യൂ. ഓക്കെ, രാത്രി ഞാൻ പുറത്ത് പോണില്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നാണെങ്കിൽ മഹാഭാരതം കഥ പറഞ്ഞുതരാം കേട്ടോ. हरे कृष्णा, सर्वम कृष्णार्पणमस्तु। प्रभुपाद की जय, गुरु महाराज की जय, राधा पवनपुरेशन की जय, गुरुवायूर मंजरीस की जय. ओके, हरे कृष्णा.